Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ എടുത്തോണ്ടിരുന്നേ. അത് കംപ്ലീറ്റ് ആയോ? ഇല്ലല്ലോ. ഇല്ല മാം. എവിടെ വരെയാണ് എടുത്ത് നിർത്തിയത്? ബ്ലഡ് കോൺസ്റ്റിറ്റ്യൂവൻസ് ബ്ലഡ് പറഞ്ഞില്ലേ? ട്രാൻസ്ഫ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു അല്ലേ? When is blood transfusion needed? അവിടെ വരെയല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് നിർത്തിയത്? അവിടെ വരെയല്ലേ? അത് കംപ്ലീറ്റ് ആയി. അത് കംപ്ലീറ്റ് ആയി. ശരി. ക്ലിയർ ആണോ? വായിച്ചു നോക്കിയിരുന്നോ? ഓക്കെ ആണോ അവിടെ വരെ? ഓക്കെ ശരി. നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാണ് കേട്ടോ. നെക്സ്റ്റ് പാർട്ടാണ് ഈ കുറച്ച് ഭാഗം കൂടിയുള്ള നമ്മുടെ ലാസ്റ്റ് ഭാഗമാണ് ഈ ഒരു ചാപ്റ്ററിന്റെ. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു നോട്ട് ചെയ്യാനായിട്ട് അല്ലേ? അത് വായിച്ച് എന്തായാലും നിർബന്ധമായിട്ട് അത് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. നിങ്ങൾ ഇതിന്റെ കൂടെ തന്നെ ഒരു പേപ്പറോ കാര്യങ്ങളോ എഴുതി ഒന്ന് പിൻ ചെയ്ത് വെച്ചേക്കാം. ഇൻ കേസ് മറന്നു പോകുന്നവരാണെങ്കിൽ കേട്ടോ, അത് ആ എക്സാമിന്റെ സമയത്ത് നോക്കണം. അതിന്റെ സൈഡ് നമുക്ക് എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അത് പഠിച്ചു വെച്ചേക്കണേ. നെക്സ്റ്റ് നമ്മള് അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. Job responsibilities of a blood bank manager. ഒരു ബ്ലഡ് ബാങ്ക് മാനേജറുടെ ജോബ് റെസ്പോൺസിബിലിറ്റീസ്, അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, അതാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നോക്കുന്നത്. നോക്കിയേ, ഫസ്റ്റ് വൺ ആണ് എ ബ്ലഡ് ബാങ്ക് മാനേജർ ആക്ട് ആസ് ഹെഡ് ഓഫ് ദ എൻറ്റയർ ബ്ലഡ് ബാങ്ക്. ആ ഒരു ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെ മുഴുവനായിട്ട് അല്ലെ, അതിന്റെ മൊത്തത്തിലുള്ള ഒരു ഹെഡ് അല്ലെങ്കിൽ ഒരു തലവൻ എന്ന രീതിയിലാണ് ബ്ലഡ് ബാങ്ക് മാനേജർ എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കേണ്ടത്. ഒരു ബ്ലഡ് ബാങ്ക് മാനേജർ ആക്ട് ആസ് എ ഹെഡ് ഓഫ് ദ എൻറ്റയർ ബ്ലഡ് ബാങ്ക്. ചോദിക്കാട്ട, ഒരു ബ്ലഡ് ബാങ്കിന്റെ ഹെഡായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ് അതിന്റെ ആൻസർ? ആരാ ആൻസർ? ആരാണ് ഒരു എൻറ്റയർ ബ്ലഡ് ബാങ്കിന്റെ ഹെഡായിട്ട് പ്രവർത്തിക്കേണ്ട വ്യക്തി ആരാണ്, അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ആരെയാണ് നമ്മൾ ആൻസർ ചൂസ് ചെയ്യേണ്ടത്? ആരെയാ? ബ്ലഡ് ബാങ്ക് മാനേജർ. ഒരു മാനേജർ അല്ല, ബ്ലഡ് ബാങ്കിന്റെ മാനേജർ അല്ലെ, അദ്ദേഹത്തെയാണ്. അത് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. നിങ്ങൾ അല്ലെങ്കിൽ പോയിന്റ് വൈസ് ആവുമ്പോൾ ചിലത് ശ്രദ്ധിക്കാതെ പോകും കേട്ടോ. വെറുതെ ജസ്റ്റ് വായിച്ചു പോകരുത്. ആ ഒരു പോയിന്റ് ചോദിക്കാറുണ്ട് കേട്ടോ. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കണേ. Then second point പറയുന്നത് he or she is at the helm of the daily operations at the blood bank, checking expenses, conducting inspections and working with hand party അല്ല കേട്ടോ, third party ആണ്, third party services. അവിടെ ഒന്ന് തിരുത്തലുണ്ട്, അതൊന്ന് തിരുത്തിയേക്കണം കേട്ടോ. തേർഡ് പാർട്ടി സർവീസസ് എന്നാണ് കേട്ടോ. അപ്പൊ രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത്, രണ്ടാമത്തെ കർത്തവ്യം എന്താ? he or she, മെയിൽ ആവാം ഫീമെയിൽ ആവാം അല്ലെ, ബ്ലഡ് ബാങ്ക് മാനേജർ. അവരെന്താണ്? അറ്റ് ദ ഹെൽം ഓഫ് ഡെയിലി ഓപ്പറേഷൻസ് അറ്റ് ദ ബ്ലഡ് ബാങ്ക്. ബ്ലഡ് ബാങ്കിലെ ദിവസേനയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഹെൽം ഓഫ് എന്ന് പറഞ്ഞാൽ ചുക്കാൻ പിടിക്കുക അല്ലെങ്കിൽ നേതൃത്വം നൽകുക എന്നുള്ളൊരർത്ഥമാണ് കേട്ടോ. നിയന്ത്രണം ഏറ്റെടുക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ് വരുന്നത്. അപ്പൊ അവിടെ ബ്ലഡ് ബാങ്കിലെ ദിവസേനയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്ന വ്യക്തി കൂടിയാണ് ആര്? ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ ഇവിടെ പറയുന്നത്? ബ്ലഡ് ബാങ്ക് മാനേജർ. ബ്ലഡ് ബാങ്ക് മാനേജർ ആണ് ആ ബ്ലഡ് ബാങ്കിലെ ദിവസേനയുള്ള ഡെയിലി ഓപ്പറേഷൻസ്, ദിവസേനയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നത് അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ വഹിക്കുന്നത്. അതുപോലെ തന്നെ ചെക്കിംഗ് എക്സ്പെൻസസ് അല്ലെ, ചിലവുകൾ എന്ത് ചെയ്യുന്നു? കൃത്യമായിട്ട് പരിശോധിക്കുന്നു. ബ്ലഡ് ബാങ്കുമായി ബന്ധപ്പെട്ട് വരുന്ന ചിലവുകൾ പരിശോധിക്കുന്നു. കണ്ടക്ടിങ് ഇൻസ്പെക്ഷൻസ്, അവിടുത്തെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തുന്നു. വർക്കിംഗ് വിത്ത് തേർഡ് പാർട്ടി സർവീസസ്. തേർഡ് പാർട്ടി എന്നാണ് അത് കറക്റ്റ് ചെയ്യണം കേട്ടോ. വർക്കിംഗ് വിത്ത് തേർഡ് പാർട്ടി. തേർഡ് പാർട്ടി സർവീസ് എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം ഒരുപാട് ബ്ലഡ് ബാങ്ക് ബ്ലഡ് ഡൊണേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ. ഗവൺമെന്റൽ ആയിട്ടുള്ള ഇങ്ങനെയുള്ള ബ്ലഡ് ബാങ്ക്, ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്കുകൾ അല്ലാതെ ഒരുപാട് നോൺ ഗവൺമെന്റൽ ആയിട്ടുള്ള ഓർഗനൈസേഷൻ അല്ലെങ്കിൽ പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് പ്രവർത്തിക്കുന്നില്ലേ? ഉണ്ടോ? ഇപ്പോ ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ആവാം, റോട്ടറി ബ്ലഡ് ബാങ്ക് ക്ലബുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവയുണ്ട്. കേട്ടിട്ടില്ലേ ഇതൊക്കെ? നമുക്കിപ്പോ ഒരു ബ്ലഡ് ആവശ്യമായി വന്ന ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് അല്ലെ. ഇതുമായി ബന്ധപ്പെട്ട ബ്ലഡ് കളക്ട് ചെയ്ത് തരാനും അല്ലെങ്കിൽ അതിന് ബന്ധപ്പെട്ട ആളുകളെ നമ്മുടെ കയ്യിലേക്ക് എത്തിക്കാനും അല്ലെ. അങ്ങനെ ഒരുപാട്
തേർഡ് പാർട്ടികളാണ്, അവരൊരു മൂന്നാം കക്ഷിയാണ് അല്ലെ. ഒരു ഹോസ്പിറ്റലിലുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷനോ കാര്യങ്ങളോ അല്ല. അപ്പൊ അത്തരം രീതിയിലുള്ള ആളുകളുമായിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യണം. ശരിയല്ലേ? ഈ ബ്ലഡ് ബാങ്കിൽ ആവശ്യമായിട്ടുള്ള ഒരു ബ്ലഡ് ആവശ്യമായി വരുമ്പോ അവിടെ ആ ബ്ലഡ് കൊടുക്കാനില്ല എങ്കിൽ ഇത്തരം ആളുകളുടെ സഹായത്തോടു കൂടിയായിരിക്കും നമുക്ക് ആ ഒരു ബ്ലഡ് കിട്ടുക അല്ലെ. പ്രത്യേകിച്ച് റയറസ്റ്റ് ഗ്രൂപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത്തരം ആളുകളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സമയത്ത് ആ പേഷ്യന്റിന് ബ്ലഡ് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതിനു വേണ്ടി ബ്ലഡ് ബാങ്കിൽ ബ്ലഡ് ബാങ്ക് മാനേജർ എന്ത് ചെയ്യണം? അതുപോലെയുള്ള തേർഡ് പാർട്ടികളുമായിട്ടും ഒരു നല്ലൊരു സഹകരണത്തോടു കൂടി പ്രവർത്തിക്കേണ്ടതും ആണ്. അപ്പൊ 2 പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ആരുടെ റെസ്പോൺസിബിലിറ്റിയാ പറയുന്നത് ചോദിക്കാറുണ്ട് ഈ ഭാഗം. അപ്പൊ ആരുടെ റെസ്പോൺസിബിലിറ്റിയാ പറയുന്നത്? ഒരു ബ്ലഡ് ബാങ്ക് മാനേജറൽ ജോബ് റെസ്പോൺസിബിലിറ്റീസ് ആണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് എന്താ പറയുന്നത്? ആ ഒരു എൻറ്റയർ ബ്ലഡ് ബാങ്ക്, മുഴുവൻ ബ്ലഡ് ബാങ്കിന്റെയും ദിവസേനയുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ചുക്കാൻ പിടിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ആരാണ്? ആ ഒരു ബ്ലഡ് ബാങ്ക് മാനേജർ ആണ്. അതുപോലെ തന്നെ ബ്ലഡ് ബാങ്കിന്റെ മൊത്തത്തിലുള്ള ബ്ലഡ് ബാങ്കിന്റെ ഹെഡ് അല്ലെങ്കിൽ തലവൻ എന്ന രീതിയിൽ പ്രവർത്തിക്കേണ്ട വ്യക്തി കൂടിയാണ് ഒരു ബ്ലഡ് ബാങ്ക് മാനേജർ എന്ന് പറയുന്നത്. അതുപോലെ ദിവസേനയുള്ള അവരെ ആ ഒരു ബ്ലഡ് ബാങ്കിൽ ഉണ്ടാവുന്ന ചിലവുകൾ പരിശോധിക്കുന്നു, കൃത്യമായ പരിശോധനകൾ നടത്തുന്നു. അതുപോലെ ഒരു മൂന്നാം കക്ഷി അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് അത്തരം സർവീസുകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരം ഓർഗനൈസേഷൻസുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നു. ക്ലിയർ ആണോ 2 പോയിന്റ്സ്? ഓക്കെ അല്ലേ? Then third one ആണ് accountable for selecting, training and guiding task of personnel. He or she supervises and leads newly hired staff on the work they do and implement different rules and regulations of the company and training is given. അപ്പൊ നമുക്ക് ബ്ലഡ് ബാങ്കിലേക്ക് ഒരുപാട് സ്റ്റാഫുകളെ ആവശ്യമായി വരും ഇല്ലേ? അങ്ങനെ അവിടെ ജീവനക്കാരെ നിയമിക്കേണ്ടത്, അവരെ തിരഞ്ഞെടുക്കുക. വരുന്ന കുറെ ആപ്ലിക്കേഷൻസ് ഉണ്ട് അല്ലെ. കുറെ ആപ്ലിക്കൻസിൽ നിന്നും കൃത്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഉള്ള ആളുകളെ സെലക്ട് ചെയ്യുക, അവർക്ക് കൃത്യമായ പരിശീലനങ്ങൾ കൊടുക്കുക, അവരെ നയിക്കുക മുതലായ കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? ബ്ലഡ് ബാങ്ക് മാനേജർക്കാർക്ക് ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഈ നിയമിക്കുന്ന പുതിയതായിട്ട് നമ്മൾ ജോലിയിലേക്ക് നിയമിച്ചിട്ടുള്ള ജീവനക്കാരാണെങ്കിൽ അവർ പുതിയതായിട്ട് വന്നവരാണ് അല്ലെ. അപ്പൊ അവർക്ക് അതിനെക്കുറിച്ച് അവർക്ക് ജോലികളെ കുറിച്ചൊന്നും കൃത്യമായിട്ടുള്ളൊരു ബോധമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അതിനനുസരിച്ച് അവരെന്ത് ചെയ്യുക? കൃത്യമായ മേൽനോട്ടങ്ങൾ വഹിക്കുക, അവർക്ക് ആവശ്യമായിട്ട് അവർക്ക് ചെയ്യാനുള്ള ജോലിയുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ അവർക്ക് ആവശ്യമായ പരിശീലനങ്ങൾ കൊടുക്കുക. അതുപോലെ തന്നെ അവർക്ക് എല്ലാം പറഞ്ഞു കൊടുത്ത് കൃത്യമായി മേൽനോട്ടം വഹിച്ച് അവരെ നയിക്കുക. അതുപോലെ തന്നെ ഇവരുമായി അവരുടെ ജീവനക്കാരുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഡിഫറെന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, കൃത്യമായ നിയമങ്ങളോ നിയന്ത്രണങ്ങളും ആ ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ട് അവിടെ നടപ്പിലാക്കേണ്ടതും ബ്ലഡ് ബാങ്ക് മാനേജറാണ്. അടുത്ത സ്റ്റാഫുകൾക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ട്രെയിനിങ്ങുകൾ കൊടുക്കണം എന്നുള്ളത്. അപ്പൊ മൂന്നാമത്തെ പോയിന്റിൽ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. ഒരു ബ്ലഡ് ബാങ്ക് മാനേജറാണ് എന്തിന് റെസ്പോൺസിബിലിറ്റി ആയിട്ടുള്ളത്? ആ ഒരു ബ്ലഡ് ബാങ്കിലേക്ക് ജീവനക്കാരെ സെലക്ട് ചെയ്യുന്നു, അവർക്ക് ആവശ്യമായ പരിശീലനങ്ങൾ നൽകുന്നു, അവരെ കൃത്യമായിട്ട് അവരുടെ ഓരോ ചുമതലകളും അവരെ വഹിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ നയിക്കുകയും ചെയ്യുന്നതിനുള്ള ഒരു ഉത്തരവാദിത്തം ബ്ലഡ് ബാങ്ക് മാനേജറിനായിരിക്കും. അതുപോലെ തന്നെ അവരെ പുതിയതായിട്ട് ന്യൂലി ഹയർഡ് സ്റ്റാഫ്, പുതിയതായിട്ട് ജോലിയിലേക്ക് പ്രവേശനം നേടിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ നിയമിക്കപ്പെട്ടിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ട് എങ്കിൽ അവരുടെ വർക്കുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുക? കൃത്യമായ പരിശീലനങ്ങൾ അവർക്ക് നൽകുക, കൃത്യമായി അവർ നല്ല രീതിയിൽ ആ ജോലികൾ ചെയ്യുന്നുണ്ടോ എന്ന് കൃത്യമായി മേൽനോട്ടം വഹിക്കുക. അതുപോലെ തന്നെ ആ ജീവനക്കാരുമായി ബന്ധപ്പെട്ട അവരുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അവർ പാലിക്കേണ്ട നിയമങ്ങളോ നിയന്ത്രണങ്ങളും ശരിയായ രീതിയിൽ ആ സ്ഥാപനത്തിൽ നടപ്പിലാക്കേണ്ടതോ ഒരു ബ്ലഡ് ബാങ്ക് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ് അല്ലെങ്കിൽ ഉത്തരവാദിത്തമാണ്. ക്ലിയർ ആണോ? തേർഡ് പോയിന്റ് ഓക്കെ ആയോ? മനസ്സിലായോ? ഓക്കെ. Then fourth one ആണ് he also oversees and assists the gross performance of the staff and ensure that files and records are updated and properly stored. അതുപോലെ തന്നെ അദ്ദേഹം എന്ത് ചെയ്യണം? ഓൾസോ ഓവർസീ എന്ന് പറഞ്ഞാൽ മേൽനോട്ടം വഹിക്കാനുള്ള അല്ലെങ്കിൽ എന്താണ് ഇംപ്ലിമെന്റ് എന്താണ് സൂപ്പർവൈസ് ചെയ്യുന്നുള്ള അർത്ഥം തന്നെയാണ് കേട്ടോ. മേൽനോട്ടം വഹിക്കുക, അതോടൊപ്പം തന്നെ അവിടുത്തെ സ്റ്റാഫുകളുടെ ഓവറോൾ പെർഫോമൻസ്, ഗ്രോസ് പെർഫോമൻസ് ഉദ്ദേശിക്കുന്നത് ഓവറോൾ അവരുടെ മൊത്തത്തിലുള്ള പ്രകടനം എത്ര എങ്ങനെയുണ്ട്, നന്നായിട്ട് അവരെല്ലാവരും പെർഫോം ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മേൽനോട്ടം വഹിക്കുകയും മൊത്തത്തില് വിശകലനം ചെയ്യുകയും വിലയിരുത്തൽ നടത്തുകയും ചെയ്യണം.
അതുപോലെ അവിടെ കൃത്യമായിട്ട് അവരുടെ ബ്ലഡ് ബാങ്കില് ശരിയായ രീതിയിൽ ഫയൽസും റെക്കോർഡും ഒക്കെ അപ്ഡേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടോ, അത് ശരിയായ രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടോ എന്നൊക്കെ പരിശോധിക്കേണ്ടതും അത് നിയന്ത്രിക്കേണ്ടതും ആര് തന്നെയാണ്? ഈ ബ്ലഡ് ബാങ്ക് മാനേജർ ആണ്. എന്താ നമ്മൾ ഫോർത്ത് പോയിന്റിൽ പറഞ്ഞേ? ഹി ഓൾസോ ഓവർസീസ് ആൻഡ് അസസ് ദ ഗ്രോസ് പെർഫോമൻസ് ഓഫ് ദ സ്റ്റാഫ് ആൻഡ് എൻഷുർ ദാറ്റ് ഫയൽസ് ആൻഡ് റെക്കോർഡ്സ് ആർ അപ്ഡേറ്റഡ് ആൻഡ് പ്രോപ്പർലി സ്റ്റോർഡ്. ആ ഒരു ബ്ലഡ് ബാങ്കുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ജീവനക്കാരെ ശരിയായ രീതിയിൽ മേൽനോട്ടം വഹിക്കണം. അതുപോലെ മൊത്തത്തിൽ അവരുടെ ഓവറോൾ ആയിട്ടുള്ള ആ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ പ്രകടനം എത്രത്തോളം നന്നായിട്ടുണ്ട്, നല്ല രീതിയിൽ എല്ലാവരും പെർഫോം ചെയ്യുന്നുണ്ടോ എന്ന് വിലയിരുത്തണം. അതുപോലെ തന്നെ ആ ഒരു ബ്ലഡ് ബാങ്കുമായി ബന്ധപ്പെട്ട എല്ലാ ഫയൽസും റെക്കോർഡ്സും കൃത്യമായിട്ട് അപ് ടു ഡേറ്റ് ആക്കി വയ്ക്കുന്നുണ്ടോ, അതുപോലെ അത് ശരിയായ രീതിയിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കേണ്ടതും മേൽനോട്ടം വഹിക്കേണ്ടതും ഒരു ബ്ലഡ് ബാങ്ക് മാനേജർ ആണ്. ക്ലിയർ ആണോ പോയിന്റ്? ഓക്കെ ആണോ? ഓക്കെ. Then last point ആണ്, apart from the management of blood bank staff, blood bank എന്നാണ് കേട്ടോ അവിടെ. apart from, നിങ്ങളുടെ കറക്റ്റ് ആയിട്ടാണോ കിടക്കുന്നത്? മിസ് പറയുന്ന കറക്ഷൻസ് വരാറുണ്ടോ? വരുന്നുണ്ടെങ്കിൽ ഒന്ന് തിരുത്തിയാൽ മതിയേ. പ്രത്യേകിച്ച് പറയാ ചില ടെക്സ്റ്റുകളിൽ ഓൾറെഡി കറക്റ്റഡ് ആയിട്ടുള്ള കോപ്പീസ് ആയിരിക്കും. ഉണ്ടോ? എന്താണ് ഒരു റിപ്ലൈ ഇല്ലാത്തേ? മിസ് പറയുന്ന കറക്ഷൻസ് വരുന്നുണ്ടോ, അതോ നിങ്ങളുടെ കയ്യില് കറക്റ്റ് ആയിട്ടാണോ കിടക്കുന്നേ? എറർ ഉണ്ട്. അപ്പൊ പറയുന്ന സമയത്ത് ഒന്ന് തിരുത്താട്ടോ. ഇപ്പൊ പറഞ്ഞതുണ്ട്. ഓക്കെ. അപ്പൊ മിസ് ഇതിൽ കാണുന്നത്, വായിക്കുന്ന സമയത്ത് കാണുന്നതാണ് പറയുന്നത്. അപ്പൊ അതിൽ നിങ്ങളുടെ ഉണ്ടോ എന്ന് മിസ്സിന് കറക്റ്റ് അറിയില്ല. കാരണം അത് ചിലപ്പോൾ റിവൈസ്ഡ് ആയിട്ടുള്ള തെറ്റുകളൊക്കെ തിരുത്തിയിട്ടുള്ള കോപ്പി ആവാം കേട്ടോ. അതുകൊണ്ടാണ് പ്രത്യേകം പറയാത്തത്. നിങ്ങളിൽ വായിക്കുന്ന സമയത്ത് ഉണ്ടെങ്കിൽ ഒന്ന് കറക്റ്റ് ചെയ്ത് പോവാം കേട്ടോ. ഇല്ലെങ്കിൽ അതുപോലെ തന്നെ ചെയ്യും. ഓക്കെ. അപ്പോൾ ഇവിടെ apart from the management of blood bank staff, the blood bank manager is also responsible for developing center programs such as blood donation month. അപ്പൊ ലാസ്റ്റത്തെ പോയിന്റിൽ പറയുന്നത് ബ്ലഡ് ബാങ്ക് മാനേജർ, അതായത് ബ്ലഡ് ബാങ്കിലെ ഓരോ ജീവനക്കാരെയും മാനേജ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു ഓൾറെഡി അല്ലെ. അവരെ മേൽനോട്ടം വഹിക്കുക, അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുക, അവർക്ക് ആവശ്യമായ പരിശീലനം കൊടുക്കുക, അതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അവരെ മാനേജ് ചെയ്യുന്നത് ഒരു ബ്ലഡ് ബാങ്ക് മാനേജറുടെ ഡ്യൂട്ടിയാണ്. അതിന് കൂടാതെ അതിന് പുറമെ എന്തൊക്കെയാണ് നോക്കി, ബ്ലഡ് ബാങ്ക് മാനേജർ ഈസ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ ഡെവലപ്പിംഗ് സെന്റർ പ്രോഗ്രാംസ്. അതായത് ഇപ്പൊ ബ്ലഡ് ഡൊണേഷൻ മന്തുകളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ബ്ലഡ് ഡൊണേഷൻ മന്തുകളോ അല്ലെങ്കിൽ ഇപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകമായിട്ട് ബ്ലഡ് ഡൊണേഷൻ ഡേയ്സ് ഒക്കെ ഇല്ലേ? ബ്ലഡ് ഡൊണേഷൻ ഡേ ഒക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറില്ലേ? കണ്ടിട്ടില്ലേ? ഇപ്പൊ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയാസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതൊക്കെ ഇന്ന ഓരോ പ്രത്യേക ദിവസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും ദിവസങ്ങളോ കാര്യങ്ങളോ ഒക്കെ വരികയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ചിലപ്പോ എന്തെങ്കിലും ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ നടത്താറുണ്ട് ഇല്ലേ? അതുമായി ബന്ധപ്പെട്ട അവയർനെസ് ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രത്യേകമായിട്ടുള്ള സെന്റർ പ്രോഗ്രാമുകൾ, അതായത് ഒരു ബ്ലഡ് ബാങ്കിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന അങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാംസോ കാര്യങ്ങളോ ഒക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ അത് വികസിപ്പിക്കാനും അത് അവിടെ നടപ്പിലാക്കാനും ഒക്കെ വേണ്ടിയുള്ള റെസ്പോൺസിബിലിറ്റി കൂടി ആർക്കുണ്ടെന്നാ പറയുന്നത്? ഈ ബ്ലഡ് ബാങ്ക് മാനേജറിനുണ്ടായിരിക്കും. ലാസ്റ്റ് പോയിന്റ് ഇത്ര മാത്രമേ ഉള്ളൂ. ബ്ലഡ് ബാങ്കിലെ ജീവനക്കാരെ നിയന്ത്രിക്കുക അല്ലെങ്കിൽ അവിടുത്തെ ദിവസേനയുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് മേൽനോട്ടം വഹിക്കുക മാത്രമല്ല, അത് കൂടാതെ എന്തിനും കൂടി ഉത്തരവാദിത്തം ഉണ്ടെന്നാ പറയുന്നത്? ഡെവലപ്പിംഗ് സെന്റർ പ്രോഗ്രാംസ് ബ്ലഡ് ഡൊണേഷൻ മന്തുകള്, ബ്ലഡ് ഡൊണേഷൻ ഡേ, അതുപോലെ തന്നെ ഈ പറയുന്ന ബ്ലഡ് ബാങ്കുമായി ബന്ധപ്പെട്ട അവയർനെസ് ക്ലാസ്സുകൾ കൊടുക്കുക, അല്ലെങ്കിൽ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ നടത്തുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ബ്ലഡ് ബാങ്കിനെ കേന്ദ്രീകരിച്ച് അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ ഡെവലപ്പ് ചെയ്യേണ്ടതും അത് നടപ്പിലാക്കാനുമുള്ള ഒരു ഉത്തരവാദിത്തം ആർക്കുണ്ടെന്നാ പറയുന്നത്? ബ്ലഡ് ബാങ്ക് മാനേജറിന് ഉണ്ടായിരിക്കും. ക്ലിയർ ആണോ? ഈ പോയിന്റ്സ് ഒക്കെ പറഞ്ഞത് ക്ലിയർ ആണോ? ഒരു 5 പോയിന്റ് പറഞ്ഞിട്ട് വേഗം ഒന്ന് ആ ജോബ് റെസ്പോൺസിബിലിറ്റി ഒന്ന് വായിച്ചു നോക്കിയേ. ഇനി അതിൽ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം പറഞ്ഞുതരാം.
വായിച്ചു കഴിയുന്നവരൊന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ ആണോ? ക്ലിയർ ആണോ എല്ലാവർക്കും? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാണ്. നമ്മുടെ ലാസ്റ്റ് പോർഷൻ ആണ് കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് എൻഷുർ. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബ്ലഡ് ബാങ്കുമായി ബന്ധപ്പെട്ട് ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു 4-5 പോയിന്റ്സ് മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. ഈ ഭാഗം വളരെ സിമ്പിൾ ആണ്. കുറെ ചില എന്താണ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഒരുപാടുണ്ടാകും. ബ്ലഡ് ബാങ്കുമായി ബന്ധപ്പെട്ട് നമുക്ക് വളരെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ഒരുപാട് പോയിന്റ്സും ഇല്ല കേട്ടോ. ആ ഒരു ഭാഗം ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചേക്കണം. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ റെസ്പോൺസിബിലിറ്റി ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ അവർ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങളും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ നോക്കിയേ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ ആണ് ടു കീപ് പ്രോപ്പർ സിസ്റ്റം ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ. ശരിയായ രീതിയിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തുന്നതിന് വേണ്ടി ശരിയായ രീതിയിലുള്ള പ്രോട്ടോകോൾ അല്ലെങ്കിൽ ഒരു പെരുമാറ്റച്ചട്ടം, അവിടെ ആ ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു പെരുമാറ്റച്ചട്ടം അല്ലെങ്കിൽ ശരിയായ ഒരു പ്രോട്ടോകോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ശരിയായ സംവിധാനം അവിടെ ഉറപ്പുവരുത്തേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു ശരിയായ സംവിധാനം അവിടെ നടക്കുന്നുണ്ടോ? ആ കൃത്യമായ പ്രോട്ടോകോൾസ് പ്രകാരം അല്ലെങ്കിൽ ആ ഒരു ചിട്ടയായിട്ടുള്ള ആ ഒരു സംവിധാന പ്രകാരം തന്നെയാണോ അവിടെ ഈ ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടക്കുന്നത് എന്നൊക്കെ ഉറപ്പുവരുത്തേണ്ടതാരാ? ആരാ ഉറപ്പുവരുത്തേണ്ടത്? അത് കൃത്യമായിട്ട് അങ്ങനെ തന്നെയാണോ നടക്കുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. അതുപോലെ വെരിഫൈ ഇൻസിഡന്റ് ഫോംസ് റിലേറ്റഡ് ടു ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ്, പ്രോപ്പർ മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ്. അതുപോലെ തന്നെ ഇപ്പൊ ട്രാൻസ്ഫ്യൂഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് റിയാക്ഷൻസ് ഒക്കെ നടത്താറുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പൊ ട്രാൻസ്ഫ്യൂഷൻ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ചിലർക്ക് കോംപ്ലിക്കേഷൻസോ കാര്യങ്ങളോ ഉണ്ടാവാം അല്ലെ. വളരെ കുറച്ച് പേർക്കെങ്കിലും ചിലപ്പോ ചില കോംപ്ലിക്കേഷൻസോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് ഒക്കെ നടന്ന് ബ്ലഡ് ക്ലോട്ട് ചെയ്യാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത്തരം സംഭവങ്ങൾ ഇൻസിഡന്റ് ഫോമുകളുണ്ട്. അങ്ങനെ ഉണ്ടാവുന്ന സംഭവങ്ങൾ രേഖപ്പെടുത്താനായിട്ട് കൃത്യമായിട്ടുള്ള ഇൻസിഡന്റ് ഫോംസ് അല്ലെങ്കിൽ റെക്കോർഡുകളുണ്ട്. അതിൽ ശരിയായ രീതിയിൽ അത് രേഖപ്പെടുത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. അതുപോലെ തന്നെ അവിടെ റെക്കോർഡുകളെല്ലാം പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ റെസ്പോൺസിബിലിറ്റി. അപ്പൊ 2 പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനുമായി ബന്ധപ്പെട്ട കൃത്യമായ പ്രോട്ടോകോൾസ് പ്രകാരം ഒരു ചിട്ടയായ രീതിയിലാണോ അവിടെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടക്കുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. രണ്ടാമത് പറയുന്നത് ഇതുപോലെ ട്രാൻസ്ഫ്യൂഷൻ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും റിയാക്ഷൻസ് നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ബ്ലഡ് ക്ലോട്ട് ആവോ, അഗ്ലൂട്ടിനേഷൻ പോലെ ബ്ലഡ് ക്ലോട്ടിങ്ങോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോംപ്ലക്സ് ഇഷ്യൂസോ കാര്യങ്ങളോ പേഷ്യൻസിന് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ രേഖപ്പെടുത്തേണ്ട ഇൻസിഡന്റ് ഫോമുകൾ കൃത്യമായിട്ട് അവര് അവിടെ ചെയ്യുന്നുണ്ടോ അത് കൃത്യമായി പരിശോധിക്കണം. അതുപോലെ തന്നെ അവിടെ റെക്കോർഡുകളെല്ലാം ശരിയായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ടോ എന്നും ഉറപ്പുവരുത്തേണ്ടത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ക്ലിയർ ആണോ? 2 പോയിന്റ്സ് ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ. തേർഡ് വൺ ആണ് പ്രോപ്പർ സ്റ്റോറേജ് ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണന്റ് പ്രൊഡക്ട്സ്. അപ്പൊ അതുപോലെ തന്നെ അവിടെ ആ ഒരു ബ്ലഡ് ബാങ്കില് ബ്ലഡ് ആയിക്കോട്ടെ ബ്ലഡ് പ്രൊഡക്ട്സ് ആയിക്കോട്ടെ ബ്ലഡിന്റെ കമ്പോണൻസ് ആയിട്ട് തിരിച്ച് ആയിക്കോട്ടെ അങ്ങനെ ശരിയായ രീതിയിൽ അത് സ്റ്റോർ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ ഡിപ്പാർട്ട്മെന്റ് ഈസ് കൺട്രോൾഡ് ബൈ വെൽ ട്രെയിൻഡ് ആൻഡ് ക്വാളിഫൈഡ് പേഴ്സണൽ. ആ ഡിപ്പാർട്ട്മെന്റിനെ നിയന്ത്രിക്കുന്നത് നല്ല ശരിയായ ട്രെയിനിങ് പരിശീലനം ലഭിച്ചവരാണ്, ശരിയായ ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ശരിയായ യോഗ്യതയുള്ള ജീവനക്കാരാണോ എന്നൊക്കെ ഉറപ്പുവരുത്തണം. അപ്പൊ ഒരു ബ്ലഡ് ബാങ്ക് എപ്പോഴും ആരുടെ നിയന്ത്രണത്തിലായിരിക്കണം? നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും അവിടെ വർക്ക് ചെയ്യേണ്ടത് അല്ലെ. അതുപോലെ തന്നെ നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള നല്ല പരിശീലനം, ക്വാളിഫിക്കേഷൻ മാത്രം പോലെ നല്ല പരിശീലനങ്ങളും ഉള്ള ആളുകളാണ് അല്ലെ. അപ്പൊ അത്തരം ആളുകൾ തന്നെയാണോ ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെ കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നത് എന്ന് ആരും ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. ലാസ്റ്റ് വൺ പറയുന്നത് മേക്ക് അറേഞ്ച്മെന്റ് ഫോർ മീറ്റിംഗ്സ് ടു ഐഡന്റിഫൈ ആൻഡ് സെറ്റിൽ ഡിപ്പാർട്ട്മെന്റൽ ഇഷ്യൂസ്, ഓൾസോ ടു റിവൈസ് എക്സിസ്റ്റിംഗ് പോളിസീസ്. അപ്പൊ എന്ത് ചെയ്യാം? അറേഞ്ച്മെന്റുകൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ത് ചെയ്യാം? മീറ്റിംഗുകൾക്ക് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റുകൾ ചെയ്യാം.
അതായത് അവിടെ ഡിപ്പാർട്ട്മെന്റ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റു ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റുകൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം, ഈ ഡിപ്പാർട്ട്മെന്റിനുള്ളിൽ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ചെറിയ ചെറിയ ഇഷ്യൂസ് ആയിരിക്കും കേട്ടോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ സെറ്റിൽ ചെയ്യാം അല്ലെങ്കിൽ അതിനെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് മീറ്റിങ്ങുകൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ത് ചെയ്യണം, അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നിലവിലുള്ള പോളിസികളൊക്കെ നമുക്ക് റിവൈസ് ചെയ്യണം. നിലവിലുള്ള നയങ്ങൾ എന്തെങ്കിലും റിവൈസ് ചെയ്യണം, ആ നിലവിലുള്ള നയങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിലോ അതിലൊക്കെ നമുക്ക് മീറ്റിംഗ്സ് അറേഞ്ച് ചെയ്ത് തരേണ്ടതും ആരാണ്, അല്ലെങ്കിൽ അങ്ങനെ മീറ്റിംഗ്സ് നടത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതും അതിനുള്ള അറേഞ്ച്മെന്റുകൾ ചെയ്തു കൊടുക്കേണ്ടതും ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. അപ്പൊ ലാസ്റ്റ് 3 പോയിന്റ് കൂടി പറയാം. പ്രോപ്പർ സ്റ്റോറേജ് ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രൊഡക്ട്സ്, ഒരു ബ്ലഡ് ബാങ്കില് ബ്ലഡും അതുപോലെ ബ്ലഡ് പ്രൊഡക്ട്സിന്റെയും ശരിയായ സ്റ്റോറേജും കാര്യങ്ങളും നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ദെൻ നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത് ഡിപ്പാർട്ട്മെന്റ്, ഈ ഒരു ബ്ലഡ് ബാങ്ക് ഡിപ്പാർട്ട്മെന്റ് ശരിയായ രീതിയിൽ നല്ല പരിശീലനം ലഭിച്ച നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള നല്ല യോഗ്യതകളുള്ള ജീവനക്കാരാണോ അതിനെ നിയന്ത്രിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരാണ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. അതുപോലെ 3ാമത്തെ പോയിന്റിൽ പറയുന്നത് മേക്ക് അറേഞ്ച്മെന്റ് ഫോർ മീറ്റിംഗ്സ് to identify and settle departmental issues. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ കൃത്യമായിട്ട് പരിഹരിക്കേണ്ടത് അല്ലെങ്കിൽ അതിനെ ഐഡന്റിഫൈ ചെയ്യുക, അതിനെ കണ്ടെത്തേണ്ടതും അതിനെ പരിഹരിക്കാനും ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ഓഫ് മീറ്റിംഗ്സ് എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇത്തരം മീറ്റിങ്ങുകൾ വെച്ച് നിലവിലുള്ള പോളിസികൾ അല്ലെങ്കിൽ നയങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടത് ആവശ്യമാണെങ്കിൽ അതിനുള്ള മീറ്റിംഗ്സ് അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതും ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. വേഗം ഒന്ന് വായിച്ചു നോക്കിയാൽ 5 points hospital administration must ensure എന്ന് പറയും. വായിച്ചു കഴിഞ്ഞവരൊന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി കേട്ടോ. ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. എളുപ്പമുള്ള ചാപ്റ്റർ ആണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും അതുപോലെ തന്നെ പെട്ടെന്ന് ആൻസർ ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ചാപ്റ്റർ. ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല അല്ലേ? ഇല്ലേ? നിങ്ങളല്ലേ പഠിച്ചത്, ബുദ്ധിമുട്ടുണ്ടോ? എളുപ്പമല്ലേ ഈ ഒരു ചാപ്റ്റർ? നമുക്ക് പരിചയമുള്ള കുറെ കാര്യങ്ങളൊക്കെ തന്നെയാ പറയുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഇനി നെക്സ്റ്റ് ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ് മിസ്. നെക്സ്റ്റ് നിങ്ങൾക്ക് 9th ചാപ്റ്റർ കേട്ടോ. ഈ ഒരു സെക്കൻഡ് മോഡ്യൂളിലെ 9th ചാപ്റ്റർ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ. സെക്കൻഡ് മോഡ്യൂള് ടീച്ചേഴ്സിന്റെ ഒക്കെ കംപ്ലീറ്റ് ആവാറായോ? ഇനി ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ടോ പെൻഡിങ്? ഓൾമോസ്റ്റ് ഒക്കെ ഫിനിഷ് ആയില്ലേ? 1-2 ഒക്കെ ഇല്ലേ എടുക്കാനുള്ളൂ അല്ലേ? നോക്കാറുണ്ടോ? 3 ചാപ്റ്റേഴ്സ് ഉണ്ടോ? ഇനി 3 ചാപ്റ്ററും കൂടി ഉള്ളൂ, അങ്ങനെയാണ്? ഇനി 3 ചാപ്റ്റർ കൂടി ഉള്ളൂ. ഓക്കെ, ശരി. ഇതിലിപ്പോ മിസ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുമല്ലോ. മിസ് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുമ്പോ ഇനി 2 അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത് കൂട്ടാതെയാണോ പറഞ്ഞേ? അല്ല, അല്ലാതെ. ഓക്കെ, ശരി. ഏതൊക്കെ ചാപ്റ്റേഴ്സ് എടുക്കാനുള്ള? ഇനി ലബോറട്ടറി സർവീസ് ഉണ്ട് അല്ലേ? 3rd ചാപ്റ്റർ ലബോറട്ടറി സർവീസ് അല്ലേ? ലബോറട്ടറി സർവീസ് ഉണ്ട്. പിന്നെ 13th ചാപ്റ്റർ ഉണ്ട്. ഓക്കെ, ശരി. 15 ഉണ്ട്. ശരി ശരി. നമുക്ക് ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ. ഓക്കെ, 9th ചാപ്റ്റർ ആണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ. അപ്പൊ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ ആ പേരിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ആ പേരിൽ നിന്ന് മനസ്സിലായാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് അതിനെ കുറിച്ചൊരു ധാരണ കിട്ടും. എന്താണ് ഒരു ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ? ആ പേരിൽ നിന്ന് എന്തെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുമോ?
ആ പേര് കേട്ടപ്പോ എന്തെങ്കിലും മനസ്സിലൊന്നും ഒന്നും വന്നില്ല. എങ്ങനെ ഉണ്ടാവുന്ന ഇൻഫെക്ഷൻ ആയിരിക്കും? അപ്പൊ എഴുതുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എങ്ങനെ ഉണ്ടാവുന്ന ഇൻഫെക്ഷൻ ആയിരിക്കും? ഒരു മെയിൻ പോയിന്റ് അത് തന്നെയാണ്. ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഇൻഫെക്ഷനെയാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ നിന്നുമാണ്, ഹോസ്പിറ്റലിനകത്തല്ലേ നമ്മൾ ഹോസ്പിറ്റലിൽ പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പോകാറുണ്ട് അല്ലെ. അപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഇൻഫെക്ഷൻസിനെയാണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അത് പല സോഴ്സിലൂടെ നമുക്ക് ലഭിക്കാം അല്ലെ, പല രീതിയിലൂടെ നമുക്ക് ലഭിക്കാം അല്ലെ. ഇന്ന വഴിയിലൂടെ മാത്രമേ ലഭിക്കാവുന്നൊന്നുമില്ല, പല രീതിയിലൂടെ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്ന ഇൻഫെക്ഷൻ ആണെങ്കിൽ അത്തരം ഇൻഫെക്ഷനെയാണ് നമ്മൾ പറയുന്നത് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ നമ്മൾ വേറെ ഏതെങ്കിലും രോഗത്തിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയി ചിലപ്പോൾ 1-2 ദിവസം നമുക്ക് ചിലപ്പോൾ സ്റ്റേ ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം അല്ലെ. അപ്പൊ ആ സമയത്ത് ഹോസ്പിറ്റലിലെ പല സാഹചര്യങ്ങളിൽ നിന്നും നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വന്നേക്കാം. അപ്പൊ അങ്ങനെ വരുന്ന ഒരു ഇൻഫെക്ഷനെയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്ന ഇൻഫെക്ഷനെയാണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതിനെ ഷോർട്ട് ആയിട്ട് HAI എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ അതിന്റെ അരികത്തൊന്ന് എഴുതിയിട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഒരുമിച്ച് ആ ഒരു പേരുകൾ ഒരുമിച്ച് എഴുതി, ഒരു പല പേരുകൾ ഇതിന് പറയുന്നുണ്ട്, സെപ്പറേറ്റ് കുറെ പേരുകളുണ്ട് കേട്ടോ. അപ്പൊ അതൊരുമിച്ച് നിങ്ങളൊന്ന് എഴുതിയിട്ടേ. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷനെ നമുക്ക് ഷോർട്ട് ആയിട്ട് എന്ന് വിളിക്കാം HA, ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്, HAI എന്ന് വിളിക്കാം. പറ്റില്ലേ? അപ്പൊ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് HAIയുടെ എക്സ്പാൻഡഡ് ഫോം എന്താണ് എന്ന് ചോദിക്കാലോ അല്ലെ. ആൻസർ അറിയില്ലേ? എന്താണ് HAIയുടെ എക്സ്പാൻഡഡ് ഫോം? ഇപ്പോഴേ തന്നെ പഠിച്ചു പോവാട്ടോ. ക്ലാസ്സുകളൊക്കെ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഭാഗമാണ്. അപ്പൊ ക്ലാസ്സിൽ ഇരിക്കുമ്പോ തന്നെ നിങ്ങൾ അതങ്ങ് ബൈഹാർട്ട് ചെയ്ത് പോവാട്ടോ. HAIയുടെ എക്സ്പാൻഡഡ് ഫോം എന്താ? എന്താണ് HAIയുടെ എക്സ്പാൻഡഡ് ഫോം? ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ. ഇനി ഇതിന്റെ 2-3 പേരുകൾ നമ്മൾ വേറെ കുറച്ച് പേരുകൾ പറയുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ആ പേരുകളും കൂടി നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് ഒരുമിച്ച് വെക്കണം കേട്ടോ. ചോദിക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്നായിരിക്കില്ല, HAI എന്നായിരിക്കാം കൊടുത്തിരിക്കാം. അപ്പൊ അത് ഇതാണെന്ന് മനസ്സിലാക്കാൻ പറ്റണം. അല്ലെങ്കിൽ വേറെ 2 പേരുകളുണ്ട്, അതും ആയിരിക്കും ചോദിക്കാം. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് കൺഫ്യൂഷൻ വരും. അതിന് വേണ്ടിയിട്ടാ പറയുന്നത്. നമ്മൾ ഇൻട്രൊഡക്ഷൻ ഭാഗം വായിക്കുമ്പോൾ പറഞ്ഞു കേട്ടോ. അപ്പൊ നമ്മൾ ഇൻട്രൊഡക്ഷൻ ഭാഗം നോക്കുകയാണെ. A hospital acquired infection is also known as nosocomial infection. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. ഒരു ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ. അപ്പൊ ഇപ്പൊ നമ്മൾ 3 പേര് പഠിച്ചില്ലേ? പഠിച്ചോ? ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞു, HAI എന്ന് പറഞ്ഞു. ഇനി മൂന്നാമത് ഏത് പേരാ പഠിച്ചേ? നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട്. അപ്പൊ 3 പേര് പഠിച്ചോ? ഇതിൽ ഏത് ചോദിച്ചാലും അത് ഇതിനെ സൂചിപ്പിക്കുന്നതാണെന്ന് മനസ്സിലാക്കണം കേട്ടോ. എക്സാമിന് ചിലപ്പോൾ നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്നായിരിക്കും ക്വസ്റ്റ്യൻ കാണാം. അപ്പൊ ആ സമയത്ത് അയ്യോ ഇത് ഞാൻ പഠിച്ചിട്ടില്ലല്ലോ അല്ലെങ്കിൽ ഇത് എനിക്ക് അറിയില്ലല്ലോ എന്ന് വിചാരിക്കരുത്, അത് ഇതാണ് എന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഇനി ആ ഒരു വേർഡുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഈ ഭാഗത്ത് നിന്ന് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം മിസ് പറഞ്ഞുതരാം. ഇതൊന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അതൊന്ന് അണ്ടർലൈൻ ചെയ്തിടാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കണേ. The word nosocomial is derived from the Latin word nosocomion, which means hospital. അപ്പൊ എന്താണ് നോസോകോമിയൽ എന്ന് പറയുന്ന വേർഡ്? നമ്മളിപ്പോ ഇവിടെ നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്ന ഒരു ടേം യൂസ് ചെയ്തല്ലോ. അപ്പൊ അതില് നോസോകോമിയൽ എന്ന് പറയുന്ന വേർഡ് ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള നോസോകോമിയോണിൽ നിന്നുമാണ് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത്. ആ നോസോകോമിയോൺ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിന്റെ മീനിങ് എന്താണ് അർത്ഥം? ഹോസ്പിറ്റൽ എന്നാണ് അർത്ഥം. അപ്പൊ ആ പോയിന്റ്സ് മാത്രം നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്. നോസോകോമിയൽ എന്ന് പറയുന്ന വേർഡ് ലാറ്റിൻ ഏത് ലാറ്റിൻ വേർഡിൽ നിന്നുമാണ് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത്? ചോദ്യം, ഏത് ലാറ്റിൻ വേർഡിൽ നിന്നാണ്? നോസോകോമിയോൺ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നും ഡിറൈവ് ചെയ്തിരിക്കുന്നു. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാ ചോദിക്കാറുള്ള ഭാഗമാണ്. അതുകൊണ്ടാണ് മിസ് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ടേ നോസോകോമിയോൺ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നുമാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അതിന്റെ അർത്ഥം അല്ലെങ്കിൽ മീനിങ് എന്താ? ഹോസ്പിറ്റൽ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. ഹോസ്പിറ്റൽ എന്നാണ് ആ ഒരു വേർഡിന്റെ മീനിങ് വരുന്നത്. ക്ലിയർ ആണല്ലോ? ഈ ഭാഗത്ത് നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻ വരാറുണ്ട്. Then is an infection. ഒരു ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ is an infection that is acquired in a hospital or other health care facility. It is also called
ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ. ആ പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. എന്താണ് ഈ ഒരു ഇൻഫെക്ഷൻ? ഒരു ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താണ്? ഒരു ഹോസ്പിറ്റലിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹെൽത്ത് കെയർ ഫെസിലിറ്റി, ആരോഗ്യ പരിചരണം നൽകുന്ന മറ്റേതെങ്കിലും സംവിധാനത്തിൽ നിന്നോ നമുക്ക് ലഭിക്കുന്ന ഇൻഫെക്ഷനെ അല്ലെങ്കിൽ അണുബാധയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് പറയാം, HAI എന്ന് പറയാം, അല്ലെങ്കിൽ നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയാം. ഇനി നാലാമത്തെ ഒരു പേര് നമ്മൾ പഠിക്കുന്നു. ഏതാണ് പേര്? ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്ന് പറയാം. എന്താണ് നാലാമത്തെ പേര്? ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്നും പറയാം. ഈ 4 പേര് ചോദിച്ചാലും ഇതെല്ലാം ഒന്ന് തന്നെയാണെന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം കേട്ടോ. അപ്പൊ ചോദിക്കാൻ ചിലപ്പോൾ HAയുടെ വേറെ പേരുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഇതിന് അറിയപ്പെടുന്ന മറ്റു പേര് ഏതൊക്കെയാണ് എന്നും ചോദിക്കാറുണ്ട്. അപ്പൊ എല്ലാ ഓപ്ഷനുകളും നോക്കിയിട്ട് കൃത്യമായിട്ട് ഇതിനുള്ള ആ 4 ഓപ്ഷൻസ് ഏതൊക്കെയാണുള്ളത്, ആ 4 പേരുകൾ ഏതാണെന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം കേട്ടോ. ക്ലിയർ ആണോ? മനസ്സിലാവുന്നില്ലേ പറയുന്നത്? ഓക്കെ. അപ്പൊ അത്രയും വരെ നമുക്ക് ഒന്നുകൂടി നോക്കാം. അതിനുശേഷം അടുത്ത ഭാഗത്തേക്ക് നോക്കാം. അപ്പൊ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷനെ എന്താണെന്നാണ് അറിയപ്പെടുന്നത്? അപ്പൊ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷന് നമുക്ക് 4 പേരുകളിൽ അറിയപ്പെടുന്നു. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് പറയാം, അതിന്റെ ഷോർട്ട് വേർഡ് ആയിട്ടുള്ള HAI എന്ന് പറയാം, നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്നും അറിയപ്പെടുന്നുണ്ട്. അത് ക്ലിയർ അല്ലേ? ആ 4 പേരുകളൊക്കെ അല്ലേ? ഇനി ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്ന ആ ഒരു വേർഡിന്റെ നോസോകോമിയൽ എന്ന് പറയുന്ന വേർഡ് എന്തിൽ നിന്നാണ്? ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള നോസോകോമിയോൺ എന്ന് പറയുന്ന വേർഡിൽ നിന്നുമാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഇനി അതിന്റെ മീനിങ് എന്താ പറയാ? നോസോകോമിയോൺ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിന്റെ മീനിങ് എന്താണ്? ഹോസ്പിറ്റൽ എന്നാണ് അല്ലെ? ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. പഠിച്ചില്ലേ? ഈ ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിച്ചില്ലേ? ഓക്കെ. ഇനി എന്താണ് ശരിക്കും ഈ ഒരു ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്? എന്താണ് ശരിക്കും? എവിടെ നിന്ന് ലഭിക്കുന്നതാ നമുക്ക്? ഇസ് ആൻ ഇൻഫെക്ഷൻ ദാറ്റ് ഈസ് അക്വയർഡ് ഇൻ എ ഹോസ്പിറ്റൽ അല്ലെ? ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്നതാവാം, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ നമുക്ക് ആരോഗ്യ പരിചരണം നൽകുന്ന മറ്റേതെങ്കിലും ഫെസിലിറ്റിയിൽ നിന്ന് ലഭിക്കുന്നതാവാം. ശരിയല്ലേ? നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മാത്രം ലഭിക്കുന്നത് മാത്രമായിട്ട് നിങ്ങൾ ഇത് കൺസിഡർ ചെയ്യരുത്. അതുകൊണ്ടാണ് അതിന്റെ പേര് എന്ത് കൂടി അറിയപ്പെടുന്നത്? ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്ന് കൂടി അറിയപ്പെടുന്നത്. നമ്മള് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടല്ല നമ്മൾ ലബോറട്ടറീസിൽ പോവാറുണ്ട് അല്ലേ? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുകളിൽ പോവാറുണ്ട്. ഹോസ്പിറ്റൽ നമ്മുടെ തൊട്ടടുത്തുള്ള ക്ലിനിക്കുകളിൽ പോവാറുണ്ട് ഇല്ലേ? ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ പോവാറുണ്ട്. ഹെൽത്ത് റിലേറ്റഡ് നമ്മുടെ ആരോഗ്യ പരിചരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ പോകുന്ന മറ്റു ഫെസിലിറ്റികളിൽ നിന്നും ലഭിക്കുന്ന ഇൻഫെക്ഷനെയും നമ്മൾ എന്ത് ഇൻഫെക്ഷൻ എന്നാ വിളിക്കുന്നത്? എന്ത് ഇൻഫെക്ഷൻ എന്നാ വിളിക്കുന്നത്? എന്ത് ഇൻഫെക്ഷൻ എന്നാ വിളിക്കുന്നത്? ആ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടാൻ പറഞ്ഞിരുന്നു കേട്ടോ. എന്ത് ഇൻഫെക്ഷൻ എന്നാ പറയുന്നത്? ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാലും ശരിയാണ്, HAI എന്ന് പറഞ്ഞാലും ശരിയാണ്, നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാലും ശരിയാണ്. ഇത്രയും ഭാഗം എല്ലാവരും പഠിച്ചോ? ക്ലിയർ ആണോ? ഈ ഭാഗത്തിന് എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗം അത്രയും നിങ്ങൾ നിർബന്ധമായിട്ട് വായിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കണം. ഓക്കെ, ശരി. നെക്സ്റ്റ് ഭാഗത്തേക്ക് നോക്കാം. Okay, such an infection may be acquired in hospital, rehabilitation centers. അല്ലെ? നമ്മൾ പറഞ്ഞു മറ്റ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ നമ്മൾ പോവാറുണ്ട്, ഹോസ്പിറ്റലിൽ നമ്മൾ പോവാറുണ്ട്, ചിലപ്പോൾ റീഹാബിലിറ്റേഷൻ സെന്ററുകളിൽ പോവേണ്ടതായിട്ട് വരാം അല്ലെ? എല്ലാ പേഷ്യൻസിനെയും പല പല സിറ്റുവേഷനിലായിരിക്കും അല്ലെ? നഴ്സിംഗ് ഹോമുകളിൽ ചിലപ്പോൾ പോവേണ്ടതായിട്ട് വരാം, ഒരു ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകളിൽ നമുക്ക് പോവേണ്ടതായിട്ട് വരാം, ഡയഗ്നോസ്റ്റിക് ലബോറട്ടറികളിൽ പോവേണ്ടതായിട്ട് വരാം, അല്ലെങ്കിൽ മറ്റേതൊരു ക്ലിനിക്കൽ സെറ്റിംഗ്സിലും പോകുമ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന ഇൻഫെക്ഷൻസിനെയാണ് നമ്മൾ ഇത്തരം നോസോകോമിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അത് ക്ലിയർ ആയില്ലേ? Then infection is spread to the affected patient in the clinical setting by many means. ഇല്ലേ? ഇപ്പൊ നമുക്ക് ഒരാൾക്ക് ഒരു ഇൻഫെക്ഷൻ വരുന്നത് ആ ഒരു ക്ലിനിക്കൽ സെറ്റിംഗിൽ നിന്ന് ആ ഒരു ചികിത്സയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട ആ ഒരു ഫെസിലിറ്റിയിൽ നിന്ന് നമുക്കൊരു ഇൻഫെക്ഷൻ നമ്മുടെ ഒരു പേഷ്യന്റിനെ ബാധിക്കാന്ന് പറയുന്നത് പല രീതിയിലൂടെ ബാധിച്ചൂടെ? പല വഴികളിലൂടെ ബാധിക്കാലോ അല്ലേ? എല്ലാവർക്കും ഒരുപോലെ ഒരേ രീതിയിലായിരിക്കണം എന്നില്ല ആ ഇൻഫെക്ഷൻ കിട്ടുക. ശരിയല്ലേ? അപ്പൊ എന്തൊക്കെ കാര്യങ്ങളിലൂടെ വരാം?
Healthcare staff also spread infection besides to contaminated equipment, bed linens or air droplets എന്നാണ് കേട്ടോ. തിരുത്തിയിട്ടില്ല എങ്കിൽ നിങ്ങളില്ല എയർ ഡ്രോപ്ലെറ്റ്സ് ഇല്ലേ. ഇവിടെ പല രീതിയിൽ അല്ലെ, പല വഴികളിലൂടെ നമുക്ക് ഇൻഫെക്ഷൻ വരാം. എങ്ങനെയാണ്? കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ്, മലിനമായിട്ടുള്ള ഉപകരണങ്ങൾ യൂസ് ചെയ്യുന്നത് വഴി വരാം. പറ്റില്ലേ? വരില്ലേ? വേറൊരു പേഷ്യന്റിന് ഉപയോഗിച്ച അതേ ഉപകരണം നമ്മളിൽ ഉപയോഗിച്ചാൽ അവരിൽ നിന്നുള്ള ഇൻഫെക്ഷൻ നമ്മളിലേക്ക് വരാം. ശരിയല്ലേ? നമ്മൾ അറിയാതെ വരുന്ന കാര്യമാണ് അല്ലെ. അതുപോലെ തന്നെ ബെഡ് ലിനൻസ്, ബെഡിലെ തുണിത്തരങ്ങളിൽ നിന്ന് ഇല്ലേ വരാലോ. വേറെ ഏതെങ്കിലും പേഷ്യൻസോ കാര്യങ്ങളോ യൂസ് ചെയ്ത തുണിത്തരങ്ങൾ നമ്മൾ ഉപയോഗിച്ചാൽ അതിൽ നിന്ന് നമുക്ക് വരാലോ. വസ്ത്രങ്ങൾ യൂസ് ചെയ്താൽ അല്ലെ, അതിൽ നിന്നും നമുക്ക് വരാം. അതുപോലെ എയർ ഡ്രോപ്ലെറ്റ്സ്, വായു കണികകളിൽ നിന്ന് വരാം. ശരിയല്ലേ? എയറിൽ നിന്ന് വരാം. ആ ഒരു ഏരിയയിലുള്ള ക്ലിനിക്കൽ സെറ്റിങ്ങിലുള്ള എയറിൽ നിന്ന് നമുക്ക് ഇൻഫെക്ഷൻ കിട്ടാം. അതുപോലെ തന്നെ ഇതല്ലാതെ കിട്ടാവുന്നതാണ് അവിടെ നമുക്ക് പരിചരണം തരുന്ന ഹെൽത്ത് കെയർ സ്റ്റാഫുകളിൽ നിന്ന് കിട്ടാൻ പറ്റില്ലേ. അവരൊരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയെ അവർ പരിചരിച്ചു, അതിനുശേഷം അവർ ശരിയായ രീതിയിൽ സാനിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ, ഹാൻഡ് വാഷ് ഒന്നും ചെയ്യാതെ നേരെ നമ്മുടെ ബോഡിയിൽ വന്ന് നമുക്ക് ആവശ്യമായ പരിചരണം ചെയ്തു തരുമ്പോ കൈവഴി നമുക്ക് എന്ത് ചെയ്യാം? അവരുടെ ബോഡിയിൽ നിന്ന് നമ്മുടെ ബോഡിയിലേക്ക് ഇൻഫെക്ഷൻ കയറുമോ? അങ്ങനെ വരാം. അല്ല എങ്കിലോ ഇവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ, അതായത് ആ ഹെൽത്ത് കെയർ സ്റ്റാഫിന് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതുവഴി നമ്മളിലേക്ക് പകരാം. ശരിയല്ലേ? അവര് നമ്മളുമായിട്ട് ഇടപെടൽ നടത്തുമ്പോ നമ്മളിലേക്ക് അവരിൽ നിന്ന് ഇൻഫെക്ഷൻ പകരാം. അപ്പൊ ഇങ്ങനെ പല വഴികളിലൂടെ ഒരു ക്ലിനിക്കൽ സെറ്റിംഗ്സിൽ ചെല്ലുന്ന ഒരു വ്യക്തിക്ക് പല രീതിയിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതകളുണ്ട്. ക്ലിയർ ആണോ? അവിടെ വരെയും പറഞ്ഞത് ഓക്കെ അല്ലേ? മനസ്സിലാക്കി പോവാട്ടോ. നിങ്ങൾ ഒരിക്കലും ബൈ ഹാർട്ട് പഠിക്കരുത്. ബൈ ഹാർട്ട് അല്ല, നമ്മൾ മനസ്സിലാക്കി പഠിക്കുന്നതാണ് കുറച്ചും കൂടി നിങ്ങൾക്ക് എക്സാമിന് വരുമ്പോൾ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. മറന്നു പോവില്ല. ഒരിക്കലും നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ മറന്നു പോവില്ല കേട്ടോ. അല്ലാത്ത സമയത്ത് നിങ്ങൾ പഠിച്ച എക്സാമിന്റെ സമയത്ത് ടെൻഷൻ വരുമ്പോൾ നിങ്ങൾ ഒരു സെന്റൻസ് മറന്നുപോയാൽ ഫുള്ളും ബ്ലാങ്ക് ആയി പോകും കേട്ടോ. അപ്പൊ മനസ്സിലാക്കി പഠിക്കാം. നോക്കിയേ, നെക്സ്റ്റ് വൺ ആണ്, ഇറ്റ് ക്യാൻ ഓൾസോ ഒറിജിനേറ്റ് ഫ്രം ദ ഔട്ട്സൈഡ് എൻവയോൺമെന്റ്, another infected patient, staff who are infected, or in some cases the source of the infection cannot be ascertained. അപ്പൊ നമുക്ക് പല രീതിയിലുണ്ട്, പല സോഴ്സുകൾ ഉണ്ടെന്ന് പറയാം അല്ലെ. ഇത് നമുക്ക് ചിലപ്പോ പുറത്തെ ഏതെങ്കിലും എൻവയോൺമെന്റിൽ നിന്ന് വരുന്നതാവാം അല്ലെ, പുറത്തെ അന്തരീക്ഷത്തിൽ നിന്ന് അല്ലെങ്കിൽ അവിടുത്തെ എൻവയോൺമെന്റിൽ നിന്ന് വരുന്നതാവാം. അല്ല എങ്കിൽ മറ്റൊരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ആ ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് ചിലപ്പോൾ നമ്മളിലേക്ക് വരുന്നതാവാം. അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് നമുക്ക് വരുന്നതാവാം. അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസിൽ നമുക്ക് ഈ ഒരു ഇൻഫെക്ഷന്റെ ഉറവിടം എവിടെ നിന്നാണെന്ന് ചിലപ്പോൾ നമുക്ക് അസർട്ടൈൻ ചെയ്യാൻ അല്ലെങ്കിൽ തിട്ടപ്പെടുത്താൻ പറ്റാത്തതായിരിക്കും ഇല്ലേ. ചിലപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ആളുകളൊന്നും ഇല്ലെങ്കിൽ പോലും ചിലപ്പോൾ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഇൻഫെക്ഷൻ വരാറുണ്ട്. അപ്പൊ ആ ഒരു സോഴ്സ് ഏതാണ്, ആരിൽ നിന്ന് വന്നു, അല്ലെങ്കിൽ അതിന്റെ ഉറവിടം ഏതാണെന്ന് ചിലപ്പോൾ നമുക്ക് ചില സാഹചര്യങ്ങളിൽ നമുക്ക് തിട്ടപ്പെടുത്തിയത് കൃത്യമായിട്ട് ചിലപ്പോൾ പറയാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവാം അല്ലേ. എപ്പോഴും നമുക്ക് ഇന്ന ആളിൽ നിന്ന് വന്നു അല്ലെങ്കിൽ ഇന്ന ഇടത്ത് നിന്ന് വന്നു ചിലപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത കേസും ഉണ്ടാവാം അല്ലെ. അപ്പൊ അത്തരം രീതിയിൽ പല സോഴ്സുകളിൽ നിന്ന് അല്ലെങ്കിൽ പല ഉറവിടങ്ങളിൽ നിന്ന് നമുക്ക് ഇൻഫെക്ഷൻസ് ഒരു ഹോസ്പിറ്റൽ സെറ്റിംഗ്സ് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ നിന്ന് നമുക്ക് വരാറുണ്ട്. So in certain cases, the microorganisms emerges from the patient's own skin, becoming opportunistic and after surgery. അപ്പൊ ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ശരീരത്തിൽ തന്നെ പല മൈക്രോ ഓർഗാനിസംസ് ഉണ്ട് ഇല്ലേ. പലതരത്തിലുള്ള മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ ബോഡിയിലുണ്ട് ഇല്ലേ ഉണ്ട് അല്ലെ. അവയെല്ലാം എങ്ങനെയാണ്, അവർക്കൊരു കൃത്യമായ ഒരു അവസരം കിട്ടുന്ന സമയത്ത് അവർ പുറത്തു ചാടി അവരുടെ സ്വഭാവം കാണിക്കും അല്ലെ. ഇപ്പൊ ഒരു സർജറിയോ കാര്യങ്ങളോ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ അവരുടെ സ്വാഭാവികമായിട്ടും അവരുടെ ബോഡി വീക്കാവും അല്ലെ. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ ഇവർക്ക് എന്ത് കിട്ടി, അവർക്ക് പുറത്തു ചാടാനുള്ള ഒരു അവസരം കിട്ടി അല്ലെ. അപ്പൊ അങ്ങനെ അവർ അവസരവാദികളായിട്ട് നമ്മുടെ ശരീരത്തിലുള്ള ഓൾറെഡി ഉള്ള ബാക്ടീരിയാസോ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസോ ആയിരിക്കാം, അവര് അങ്ങനെ അവസരവാദികളായി മാറി നമുക്ക് ഇൻഫെക്ഷൻ വരുന്നതും ആവാം. മനസ്സിലാവുന്നുണ്ടോ? പുറത്തു നിന്ന് തന്നെ കിട്ടണമെന്നില്ലാന്ന് നമ്മുടെ ബോഡിയിലുള്ള മൈക്രോ ഓർഗാനിസംസ് തന്നെ ചിലപ്പോ അവസരം കിട്ടുന്ന സമയത്ത് ഇൻഫെക്ഷൻസ് വരുത്തുന്നതും ആവാം. മനസ്സിലായോ? Nosocomial infection shows a tendency to lack proof that it was present when the patient got into the healthcare setting, thus meaning it was acquired
പോസ്റ്റ് അഡ്മിഷൻ. അതുപോലെ തന്നെ ഈ നോസോകോമിയൽ ഇൻഫെക്ഷന്റെ ഒരു പ്രവണത എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടെൻഡൻസി ടു ലാക്ക് പ്രൂഫ്. നമുക്ക് ഇവിടെ ഇത് ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നു, ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റ് ചെന്നു, ഒരു ഹെൽത്ത് സെറ്റിംഗിൽ അവരെത്തി. അതിനുശേഷം അവർക്ക് ആ ഒരു അഡ്മിഷന് ശേഷം ചിലപ്പോ വന്ന ഇൻഫെക്ഷൻ ആണോ, അല്ലെങ്കിൽ ഇവർ ഓൾറെഡി വരുന്ന സമയത്ത് അവർക്ക് ഇൻഫെക്ഷൻ അവരുടെ ബോഡിയിൽ ഉണ്ടായിരുന്നു എന്ന് ചില സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉറപ്പ് പറയാൻ പറ്റില്ല, അല്ലെ? അതാണ് ഇവിടെ പറയാം ടെൻഡൻസി ടു ലാക്ക് പ്രൂഫ്. ഇവിടെ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ നമുക്ക് ഈ ഒരു ഇൻഫെക്ഷൻ കിട്ടിയതാണ് എന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റുമോ? അങ്ങനെ അതാണ് ലാക്ക് ഓഫ് പ്രൂഫ് ആണ്. അതിനുള്ള ഒരു തെളിവ് അല്ലെങ്കിൽ എവിഡൻസ് നമുക്ക് അങ്ങനെ പെട്ടെന്ന് കാണിക്കാൻ പറ്റില്ല, ഇല്ലേ? ചില ആളുകൾക്ക് ചിലപ്പോ ഹോസ്പിറ്റലിലേക്ക് വരുന്ന സമയത്ത് അവരുടെ ബോഡിയിൽ ആ ഒരു ഇൻഫെക്ഷന്റെ ആ ഒരു അംശം ഉണ്ടായിരിക്കാം, അല്ലെ? ഇവിടെ വന്നപ്പോഴായിരിക്കും ചിലപ്പോ അവര് പ്രകടമാക്കിയത്, അവരുടെ ബോഡി അത് പ്രകടമാക്കിയത്. അല്ലായെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം കിട്ടിയതും ആവാം. അപ്പൊ അങ്ങനെ നമുക്ക് ഉറപ്പ് പറയാനായിട്ട് ഇവിടെ പറ്റില്ല. അങ്ങനെ കുറെ സാഹചര്യങ്ങൾ വെച്ച് നമുക്കൊന്ന് അനുമാനിക്കാനേ പറ്റുള്ളൂ. അല്ലാതെ ഇതിവിടെ നിന്ന് തന്നെ കിട്ടിയതാണ് അല്ലെങ്കിൽ നിങ്ങൾ വന്ന സമയത്ത് ഓൾറെഡി ഉണ്ടായിരുന്നതാണ് എന്ന് നമുക്ക് ഉറപ്പ് പറയണമെങ്കിൽ അതിനനുസരിച്ചുള്ള എവിഡൻസ് വേണം, ശരിയല്ലേ? തെളിവ് വേണം. അപ്പൊ അത്തരം ആ ഒരു ലാക്ക് ഓഫ് പ്രൂഫ് ആണ്. നമുക്കത് തെളിയിക്കാനായിട്ട് ചിലപ്പോ പല സാഹചര്യങ്ങളിലും ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻസിനെ കുറിച്ച് പറയുമ്പോൾ പറ്റാറുണ്ട്. നമ്മൾ ചില കണ്ടീഷൻസ് വെച്ച് അത് അനുമാനിച്ച് നമ്മളത് ഉറപ്പുവരുത്തുകയാണ് ചെയ്യാറ്. അല്ലാതെ ആ ഒരു എവിഡൻസ് വെച്ച് നമുക്ക് പ്രൂഫായിട്ട് കൃത്യമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റാറില്ല. അപ്പൊ ആ ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് നിങ്ങൾ പ്രധാനമായിട്ടും നോക്കേണ്ടത് ആ ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ വരെ നിർബന്ധമായിട്ടും വരച്ചിട്ടാണ്. ആ ഭാഗത്ത് നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. അതുകൊണ്ട് ആ ഒരു ഭാഗം ഇൻട്രൊഡക്ഷൻ അല്ലേ, ചോദിക്കില്ല എന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്ത് കഴിയും. ആ ഒരു ഭാഗം വരെ നിങ്ങൾക്ക് ഓൾറെഡി രണ്ടു പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ ഭാഗം ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിൽ പോകുന്നതാവാം, ഒരു റീഹാബിലിറ്റേഷൻ സെന്ററിൽ പോയിട്ടാവാം, അല്ലെങ്കിൽ ഒരു നഴ്സിംഗ് ഹോമിലോ ഒരു ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകളിലോ അല്ലെങ്കിൽ ഒരു ഡയഗ്നോസ്റ്റിക് ലബോറട്ടറീസിലോ അങ്ങനെയുള്ള ഏതൊരു ക്ലിനിക്കൽ സെറ്റിംഗ്സ് വഴിയും നമുക്ക് കിട്ടുന്ന ഇൻഫെക്ഷൻസിനെ നമുക്ക് ഈ പറയുന്ന HA അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഇൻഫെക്ഷൻ പല രീതിയിലായിരിക്കും പല പേഷ്യൻസിനെയും ബാധിക്കുക. ഇപ്പൊ ഒരു ഹെൽത്ത് കെയർ സ്റ്റാഫുകളിൽ നിന്ന് നമുക്ക് വരാം, അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് വരാം, അവിടെ ഉപയോഗിച്ചിട്ടുള്ള തുണിത്തരങ്ങളിൽ നിന്ന് വരാം, എയർ ഡ്രോപ്ലെറ്റുകളിൽ നിന്ന് വരാം. അങ്ങനെ പല മോഡിലൂടെ പല രീതിയിലാണ് നമുക്ക് ഇൻഫെക്ഷൻസ് വരിക. അതിന് പല സ്രോതസ്സുകളും ഉണ്ടായിരിക്കും, അല്ലെ? ഔട്ട്സൈഡ് എൻവയോൺമെന്റിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തതാവാം, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിൽ നിന്ന് വന്നതാവാം, അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ജീവനക്കാരിൽ നിന്ന് വന്നതാവാം, അല്ലെങ്കിൽ എന്താണ് അങ്ങനെയുള്ള പല കേസുകൾ പല സ്രോതസ്സുകളിൽ നിന്ന് വരാം. അതുപോലെ തന്നെ നമ്മുടെ സർജറിയോ കാര്യങ്ങളോ കഴിഞ്ഞ ശേഷം നമ്മുടെ ബോഡി വീക്ക് ആവുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലുള്ള സ്വാഭാവികമായിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് തന്നെ ഓപ്പർച്യൂണിസ്റ്റിക് ആയി അല്ലെങ്കിൽ അവസരവാദികളായി നമ്മളിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്നതും ആവാം. അങ്ങനെ പല സോഴ്സുകളിൽ നിന്ന് നമുക്ക് ഇൻഫെക്ഷൻസ് വരാവുന്നതാണ്. അപ്പൊ ഈ ഒരു ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഒരു നോസോകോമിയൽ ഇൻഫെക്ഷന്റെ ഒരു പ്രകൃതം എന്ന് പറയുന്നത് നമുക്കത് പുറത്ത് നമ്മുടെ ആ ഒരു ഔട്ട്സൈഡ് അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് കെയർ സെറ്റിംഗ്സിലേക്ക് എത്തുന്ന സമയത്ത് അത് ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ അവിടെ അഡ്മിഷൻ എടുത്തതിന് ശേഷമാണോ ഇത് അവർക്ക് ലഭ്യമായിട്ടുള്ളത് എന്ന് കറക്റ്റ് ആയിട്ട് പറയാനായിട്ട് നമുക്കൊരു എവിഡൻസ് അല്ലെങ്കിൽ ആ ഒരു ലാക്ക് ഓഫ് പ്രൂഫ് എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കും. വേഗം ഒന്ന് ആ ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗം ഒന്ന് വേഗം വായിച്ചു നോക്കി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
വായിച്ചു കഴിയുമ്പോ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാണ് കേട്ടോ. നെക്സ്റ്റ് വൺ ആണ് വാട്ട് ആർ ദ സിംറ്റംസ് ഓഫ് നോസോകോമിയൽ ഇൻഫെക്ഷൻ. ഒരു നോസോകോമിയൽ ഇൻഫെക്ഷന്റെ സിംറ്റംസ് അല്ലെങ്കിൽ അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഫോർ HA ഒരു ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ, ദ ഇൻഫെക്ഷൻ മസ്റ്റ് അറൈസ്. എങ്ങനെയാണ് ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. അപ് ടു 48 hours ആഫ്റ്റർ ഹോസ്പിറ്റൽ അഡ്മിഷൻ. അപ്പൊ ഒരു നോസോകോമിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ആണെങ്കിൽ അത് പ്രധാനമായിട്ടും അത് ആരംഭിക്കുന്നത് അപ് ടു 48 hours ആഫ്റ്റർ ഹോസ്പിറ്റൽ അഡ്മിഷൻ. ഇപ്പൊ നമ്മൾ ഒരു ഹോസ്പിറ്റൽ അഡ്മിഷൻ എടുത്തു, അതിനുശേഷം ഒരു 48 മണിക്കൂർ അപ് ടു 48 hours ആഫ്റ്റർ ഹോസ്പിറ്റൽ അഡ്മിഷന് ശേഷം 48 മണിക്കൂറിനുള്ളിൽ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ നമുക്കത് പറയാം ഏതാണെന്ന്. ഏത് ഇൻഫെക്ഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും? ഏത് ഇൻഫെക്ഷൻ ആണെന്ന് പറയാൻ പറ്റും? എന്താണ് ഒരു റിപ്ലൈ ഇല്ലാതിരിക്കുന്നത്? എന്തിന്റെ കാര്യമാണ് നമ്മൾ ഇവിടെ പറയുന്നത്? ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ആണ് നമുക്ക് പറയാം. ഒരു 48 മണിക്കൂർ വരെ ഒരു സമയമുണ്ട്, അതിനുള്ളിലൊക്കെയാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു 48 മണിക്കൂർ വരെ നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസോ ആഫ്റ്റർ ഹോസ്പിറ്റൽ അഡ്മിഷൻ ശേഷമാണ് കേട്ടോ. ഹോസ്പിറ്റൽ നമ്മൾ അഡ്മിറ്റ് ആയി 48 മണിക്കൂർ വരെ അതിനുള്ളിൽ നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഉണ്ടാവണം, അല്ലെങ്കിൽ അതിനുശേഷം നമുക്ക് വേറെ ഏതെങ്കിലും ഇൻഫെക്ഷനോ കാര്യങ്ങളോ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വന്നതല്ലാതെ കേട്ടോ, നമ്മൾ വന്ന കാര്യം അല്ലാതെയാണ് കേട്ടോ, അത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ അത് പറയാം. അതുപോലെ അപ് ടു 3 days ആഫ്റ്റർ ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന ആളുകളിൽ ഡിസ്ചാർജ് ചെയ്ത് പോയി 3 ദിവസം വരെ അല്ലെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ അവർക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ അതും എവിടെ നിന്ന് ലഭിച്ചതാണ്? എത്തരം ഇൻഫെക്ഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും? ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ആണെന്ന് പറയാൻ പറ്റുമോ? കണ്ടീഷൻ ആണ് കേട്ടോ പറയുന്നത്. ഇനി മൂന്നാമത്തത്, ഇൻ എ ഹെൽത്ത് കെയർ ഫെസിലിറ്റി when someone was admitted for reason except for the infection. അതായത് ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ നമ്മൾ വന്നു, നമുക്ക് എന്തെങ്കിലും ഇപ്പോ ചെസ്റ്റ് പെയിൻ ആയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് വന്നവരാണ്, അവിടെ നമ്മൾ അഡ്മിറ്റ് ആയതിനു ശേഷം നമുക്കിപ്പോ ഒരു നെഞ്ചുവേദനയായിട്ട് വന്ന ഒരാളാണ് അല്ലെങ്കിൽ ഒരു വയറുവേദനയായിട്ട് വന്ന ആളാണ്. അപ്പൊ അങ്ങനെ വന്ന് നമ്മൾ അഡ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പോ അങ്ങനെ അഡ്മിറ്റ് ആയി നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുന്ന സമയത്ത് വന്ന് അഡ്മിറ്റ് ആയതിന് കാരണമല്ലാതെ അവർക്ക് വേറെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് അവിടെ അഡ്മിഷൻ എടുത്ത് അവിടെ കിടക്കുന്ന സമയത്ത് വരാന്ന് വിചാരിക്കാം. അപ്പൊ അവർക്ക് ഓൾറെഡി അറിയാലോ അല്ലേ, ഇത് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയിരിക്കുന്നതാണ് അല്ലേ? കാരണം അവരവിടെ നിന്ന് പുറത്തൊന്നും പോകുന്നില്ല, അവരവിടെ തന്നെ സ്റ്റേ ചെയ്യണം. പിന്നെ അതുമല്ല അവർ ആ ഒരു ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ടും അല്ല ട്രീറ്റ്മെന്റിന് വേണ്ടി വന്നിരിക്കുന്നത്. അപ്പൊ അത്തരം കേസുകളിലും നമുക്കത് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ആണെന്ന് പറയേണ്ടതായിട്ട് വരും. ഏതൊക്കെയാണ്? ഒരു ഹോസ്പിറ്റലിൽ അഡ്മിഷൻ എടുത്ത് 48 മണിക്കൂർ വരെ അല്ലെങ്കിൽ അതിനുശേഷമോ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസിനെ പറയാം. അതുപോലെ തന്നെ ഡിസ്ചാർജിന് ശേഷം ഒരു 3 ദിവസം വരെ അതിനുള്ളിൽ ഉണ്ടാവുന്ന ഇൻഫെക്ഷൻസിനെ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് പറയാം. അതുപോലെ തന്നെ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലേക്ക് മറ്റെന്തെങ്കിലും കാരണത്തിന് വേണ്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടാവാം. ആ അഡ്മിറ്റ് ആയ റീസൺ അല്ലെങ്കിൽ അതിന്റെ കാരണമല്ലാതെ മറ്റേതെങ്കിലും കാരണത്താല് ഇൻഫെക്ഷനും ഉണ്ട് എന്നത് റീസൺസ് എക്സെപ്റ്റ് ഫോർ ദ ഇൻഫെക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആ ഒരു ഇൻഫെക്ഷന്റെ സൈൻസോ കാര്യങ്ങളോ കാണിക്കുന്നുണ്ടെങ്കിൽ അത്തരം കണ്ടീഷൻസിനെയും HAയുടെ ഇൻഫെക്ഷൻ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ ആണോ? ആ 3 പോയിന്റ്സ് ക്ലിയർ ആയോ? ഓക്കെ ആയോ? ശരി. നെക്സ്റ്റ് വൺ ആണ് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് HA. ഏതൊക്കെയാണ് പ്രധാനമായിട്ടും ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസിൽ വരുന്ന കോമൺ ആയിട്ടുള്ള കുറച്ച് HA ഐകളാണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ ആണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ UTIs. ചോദിക്കാറുണ്ട്, അതിന്റെ എക്സ്പാൻഡ് ഫോം പഠിച്ചു വെക്കണം കേട്ടോ. UTIsന്റെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്. എന്താണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ? ഇത് എന്താണെന്ന് ചോദിക്കില്ല കേട്ടോ.
നിങ്ങൾ ആ ഒരു പേര് മാത്രം പഠിച്ചു വെച്ചാൽ മതി. എന്താണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ? നമ്മുടെ മൂത്രനാളിയിൽ ഉണ്ടാവുന്ന അണുബാധ അല്ലെ. ഒരു ഹോസ്പിറ്റലിലെ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച്, കാരണം ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പബ്ലിക് യൂട്ടിലിറ്റീസ് ആണ്, ശരിയല്ലേ? പൊതുവായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലേ? ആണ്. എന്താണ് ഒരു റിപ്ലൈ ഇല്ലാത്തെ? അതെ, അപ്പൊ അത്തരം കേസുകളിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്, ശരിയല്ലേ? അപ്പൊ അതൊന്നാമത്തെ കാര്യം. അതല്ല ചിലപ്പോ ഈ പറഞ്ഞ പോലെ കത്തീറ്റേഴ്സ് യൂസ് ചെയ്യുന്നവരാണെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടാവാറുണ്ട് ഈ ടൈപ്പ്. അപ്പൊ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ UTIs ആണ് കോമൺ ആയിട്ടുള്ള ഒന്ന്. രണ്ടാമത്തതാണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. അതായത് നമ്മുടെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ആ സർജറി ചെയ്ത ഇടത്തുണ്ടാവുന്ന അണുബാധ, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ശസ്ത്രക്രിയയ്ക്ക് ശേഷം നമ്മൾ വളരെ പ്രോപ്പർ ആയിട്ട് കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ അതിനെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റുകൾ വഴിയോ അല്ലെങ്കിൽ അവരുമായിട്ട് കോൺടാക്ട് വരുന്ന സ്റ്റാഫുകൾ വഴിയോ ഒക്കെ ചിലപ്പോൾ അവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവാം. അതിന്റെ ഫലമായിട്ട് ആ ഒരു സർജിക്കൽ സൈറ്റിൽ അല്ലെങ്കിൽ ആ ശസ്ത്രക്രിയ നടത്തിയ ഇടത്തിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അണുബാധകൾ ഉണ്ടാവാം. തേർഡ് വൺ ആണ് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്. എന്താണ് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്? സ്റ്റൊമക് ഫ്ലൂ എന്നൊക്കെ നമ്മൾ പറയും. നമ്മുടെ സ്റ്റൊമക് റിലേറ്റഡ് ആയിട്ട്, നമ്മുടെ ഇൻറ്റസ്റ്റൈൻ റിലേറ്റഡ് ആയിട്ട് ഉണ്ടാവുന്ന ഇൻഫെക്ഷൻ ആണ്. അപ്പൊ അത് ചിലപ്പോ ഡയേറിയ, വയറിളക്കം വരാം, ചിലപ്പോ മലബന്ധം ഉണ്ടാവാം ചില ആളുകൾക്ക്, അതുപോലെ ഓക്കാനം, ഛർദി, പനി, ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന കാര്യമാണ്. അതും ഇതുപോലെ ഗ്യാസ്ട്രോ എൻട്രൈറ്റിസും ഇതുപോലെ തന്നെ ഹോസ്പിറ്റൽ സെറ്റിംഗ്സുമായി ബന്ധപ്പെട്ട ഇൻഫെക്ഷനുകളിൽ നിന്നും ഒക്കെ വരാവുന്ന ഭാഗമാണ്. മെനിഞ്ചൈറ്റിസ്. എന്താണ് മെനിഞ്ചൈറ്റിസ്? മെനിഞ്ചൈറ്റിസ് ഏത് ഭാഗത്തെ ബാധിക്കുന്നതാ? നമ്മുടെ സ്പൈനൽ കോഡ്, നമ്മുടെ ബ്രെയിനെയും സ്പൈനൽ കോഡിനെയൊക്കെ ബാധിക്കുന്നത് അല്ലെ. അതായത് നമ്മുടെ മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞാല് നമ്മുടെ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡിൽ ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷൻ ആണ്, ശരിയല്ലേ? നമ്മുടെ അവിടുത്തെ ആ ഒരു ബ്രെയിനെയും സ്പൈനൽ കോഡിനെയൊക്കെ കവർ ചെയ്യുന്ന ഒരു മെംബ്രെയിൻ ഉണ്ട്. ഏതാണ് മെംബ്രെയിൻ? ഏത് മെംബ്രെയിനാ? ഇതാണ് ഒരു റിപ്ലൈ ഇല്ലാത്തെ. ആ പേരിന് തന്നെ ഉണ്ടല്ലോ, മെനിഞ്ചൈറ്റിസ്. മെനിഞ്ചസ് എന്ന് പറഞ്ഞൊരു എന്താണ്, നമ്മുടെ ഒരു ബ്രെയിനെ കവർ ചെയ്യുന്ന, ബ്രെയിനെയും സ്പൈനൽ കോഡിനെയൊക്കെ കവർ ചെയ്യുന്ന ഒരു 3 ലെയർ മെംബ്രെയിൻ ഉണ്ട്. അപ്പൊ ആ ഒരു മെംബ്രെയിനിന് ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് വന്നിട്ട് ഫ്ലൂയിഡ് എന്താണ് ആ ഒരു മെംബ്രെയിനെ അല്ലെങ്കിൽ അതിനെ സറൗണ്ട് ചെയ്യുന്ന ആ ഒരു ഫ്ലൂയിഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലുണ്ടാകുന്ന ഒരു ഇൻഫെക്ഷൻ വരുമ്പോഴാണ് മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞ രോഗം ഉണ്ടാകുന്നത്. അത് നമ്മുടെ ഹോസ്പിറ്റൽ വഴിയും അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അക്യൂർഡ് ആയിട്ട് വരാവുന്ന ഒരു രോഗമാണ് കേട്ടോ. അപ്പൊ അത്തരം കണ്ടീഷൻ. അതുപോലെ ന്യൂമോണിയ, അത് കേട്ടിട്ടില്ലേ? ന്യൂമോണിയ കേട്ടിട്ടില്ലേ? നമ്മുടെ ലെൻസിനെ ബാധിക്കുന്ന, ലെൻസിലെ ഫ്ലൂയിഡ് അല്ലെങ്കിൽ പസ് അല്ലെ, അതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന പസ് അക്യുമുലേറ്റ് ചെയ്യുന്ന ഇൻഫെക്ഷൻ ആണ്. ബാക്ടീരിയൽ ആവാം, വൈറൽ ആവാം, ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ ആവാം കേട്ടോ. അത്തരം കേസുകൾ നിങ്ങൾ കണ്ടിട്ട് കാണുമല്ലോ, ഒരുപാട് പേർക്ക് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ന്യൂമോണിയ വരുന്ന കേസുകൾ കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ലേ? ഉണ്ട്. അപ്പൊ ഇത്തരം കണ്ടീഷൻസ് ഇത് ചോദിക്കാറുണ്ട്. UTIയുടെ മാത്രം നിങ്ങൾ എക്സ്പയർഡ് ഫോം പഠിച്ചു വെക്കാം. ഇവിടെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. UTIയുടെ എക്സ്പയർഡ് ഫോം ചോദിക്കാം. അതുപോലെ ഏതൊക്കെയാണ് കോമൺ ടൈപ്സ് ഓഫ് HAS ഉൾപ്പെടുന്നത് ചോദിക്കാം. അപ്പൊ അതിന്റെ പേരുകൾ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഉൾപ്പെടാത്തത് ഏതാണ്? പേരുകൾ പഠിച്ചു വെച്ചാൽ പിന്നെ ഉൾപ്പെടാത്തത് ഏത് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമല്ലോ, ചൂസ് ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ? യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ട്, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ഉണ്ട്, ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് ഉണ്ട്, മെനിഞ്ചൈറ്റിസ് ഉണ്ട്, അതുപോലെ തന്നെ ന്യൂമോണിയ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മുടെ ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസുമായി ബന്ധപ്പെട്ട് കാണുന്ന പ്രധാന സിംറ്റംസ്. എന്താണ് സിംറ്റംസ് എന്ന് പറയുന്നത്? ലക്ഷണങ്ങൾ അല്ലെ. ഈ നമ്മുടെ ഇങ്ങനെയുള്ള എന്തെങ്കിലും HA ഇൻഫെക്ഷൻസ് ഉണ്ടോ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചിലപ്പോ പല സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ കാണാം. അതിൽ ഫസ്റ്റ് വൺ ആണ് ഡിസ്ചാർജ് ഫ്രം എ വോണ്ട്. അതായത് ഇപ്പൊ നമ്മുടെ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ഒക്കെ പറഞ്ഞില്ലേ, അപ്പൊ അവിടെ ആ ഒരു മുറിവിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഡിസ്ചാർജ് ഉണ്ടാവും. അതായത് ചിലപ്പോ പഴുപ്പ് പോലെ തോന്നാം, അല്ലെങ്കിൽ നമ്മള് മലയാളത്തിൽ നമ്മൾ ചലം വരിക എന്നൊക്കെ പറയും ഇല്ലേ, അങ്ങനെ പറയില്ലേ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഡിസ്ചാർജുകളോ ഫ്ലൂയിഡോ കാര്യങ്ങളോ ഒക്കെ പുറത്തേക്ക് അതിൽ നിന്ന് ആ ഒരു ബൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു മുറിവിൽ നിന്ന് വരുന്നതായിട്ട് തോന്നാണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റില്ലേ. ഇപ്പൊ നമ്മുടെ കയ്യോ കാലോ ഒക്കെ മുറിഞ്ഞാലും സ്വാഭാവികമായിട്ടും പഴുക്കുകയോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു മഞ്ഞ ഫ്ലൂയിഡോ കാര്യങ്ങൾ വരുന്നത് കണ്ടാൽ നമുക്ക് അറിയാം അല്ലെ, അത് ഇൻഫെക്ഷൻ വന്നതാണ്. അപ്പൊ അതൊരു സിംറ്റമാണ്. രണ്ടാമത്തത് ഫീവർ.
ഇല്ലേ? എന്തൊരു ഇൻഫെക്ഷൻ വന്നാലും ആദ്യം നമ്മുടെ ബോഡി കാണിക്കുന്ന ഒരു പ്രതിരോധ റെസ്പോൺസ് ആണ് ഫീവർ വരിക, പനി, അല്ലെ? പനി വരിക. Then അതുപോലെ തന്നെ കഫ്. ഇപ്പൊ നമ്മുടെ ലെൻസുമായി ബന്ധപ്പെട്ടാണ് ഇൻഫെക്ഷൻ എങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് നല്ല ചുമ അനുഭവപ്പെടാം. ശരിയല്ലേ? ഫീലിംഗ് ഓഫ് സഫോക്കേഷൻ, എന്താ? ബ്രീത്തിങ്ങിന് ബുദ്ധിമുട്ടായിരിക്കും, അല്ലെ? നമുക്ക് ശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. അതുപോലെ തന്നെ ബേർണിംഗ് വിത്ത് യൂറിനേഷൻ ഓർ ഡിഫിക്കൽട്ടി ഇൻ യൂറിനേഷൻ, നമ്മുടെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ സിംറ്റം ആണ്, അല്ലെ? നമുക്ക് മൂത്രം ഒഴിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ബേർണിംഗ് സെൻസേഷൻ, അല്ലെങ്കിൽ ഒരു പുകച്ചില് പോലെ, അല്ലെങ്കിൽ മുറിയുന്നത് പോലെ ഫീൽ ചെയ്യാം, അല്ലെങ്കിൽ മൂത്രം ഒഴിക്കാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. ഇതൊക്കെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ലക്ഷണങ്ങളാണ്. ഹെഡ് ഏക്ക്, മെനിഞ്ചൈറ്റിസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ഹെഡ് ഏക്ക് ആയിരിക്കും, തലവേദനയായിരിക്കും കൂടുതലായിട്ട് വരാം. അതുപോലെ തന്നെ നോസിയ, എന്താണ്? ഓക്കാനം വരാം, വോമിറ്റിംഗ്, ഛർദി വരാം, ഡയറിയ, അല്ലെ? വയറിളക്കം. ഇപ്പൊ നമ്മുടെ ഗ്യാസ്ട്രോഎൻട്രൈറ്റിസുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും വരുന്ന ലക്ഷണങ്ങളാണ്. അപ്പൊ ഇത്രയും ലക്ഷണങ്ങള് നമ്മളൊരു ഹോസ്പിറ്റൽ സെറ്റിംഗ്സുമായി ബന്ധപ്പെട്ട് നമുക്കുള്ള രോഗമല്ലാതെ നമുക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ആ ഹോസ്പിറ്റൽ സെറ്റിംഗ്സിനുള്ളിൽ വെച്ച് ആ ഒരു ഗിവൺ പീരീഡ് ഓഫ് ടൈമിൽ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് എന്ത് സംശയിക്കേണ്ടതായിട്ട് വരും? ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടാവാം, അല്ലെ? അതിനുള്ള സൂചനകളായിട്ട് അല്ലെങ്കിൽ ലക്ഷണങ്ങളായിട്ട് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. ക്ലിയർ ആണോ ഇത്രയും ഭാഗം പറഞ്ഞത്? ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല, അതുകൊണ്ടാണ് സിസ്റ്റർ ഷോർട്ട് ആക്കിയാന്ന് ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. വേഗം ഒന്ന് ആ ഒരു ഭാഗം ഒന്ന് വായിച്ചു നോക്കി. വായിച്ച് ചെയ്യുമെന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. നിഷ മാം അല്ല, ഞാൻ തന്നെയാണ്. അപ്പൊ ഒരു 5 മിനിറ്റ് നിങ്ങൾ ഒന്ന് ബ്രേക്ക് എടുത്തോട്ടോ. അപ്പൊ 35 ആവുമ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അത് ലീവ് ചെയ്ത് പോവണ്ട, കണ്ടിന്യൂ ചെയ്യും നമ്മള്. ഒരു 5 മിനിറ്റ്, ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുത്തോ. 35 ആവുമ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ.
ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ശരി, വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ ആണോ അവിടെ വരെയും? ഓക്കെ അല്ലേ? ഓക്കെ, ശരി. നെക്സ്റ്റ്, people who experience new symptoms in the course they are saying may also experience pain and irritation at the infection site. Many will experience noticeable symptoms. അപ്പൊ ഇവിടെ പറയുന്നത് കുറെ നമ്മള് കുറച്ച് സിംറ്റംസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെയും അവരുടെ ആ ഒരു കോഴ്സിന്റെ സമയത്ത് അവർക്ക് പുതിയ പുതിയ പല സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങളും, ചിലർക്ക് ചിലപ്പോൾ ഒരുപാട് പെയിൻ അനുഭവപ്പെടാം. ആ ഒരു ഇൻഫെക്ഷൻ സൈറ്റിൽ ഒരുപാട് പെയിൻ അനുഭവപ്പെടുന്നവരുണ്ടാവും, ചിലർക്ക് ഇറിറ്റേഷൻ തോന്നുന്നവരുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരുപാട് പലതരത്തിലുള്ള നോട്ടിസബിൾ ആയിട്ടുള്ള സിംറ്റംസ് കാണാൻ സാധിക്കും. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എപ്പോഴും കോമൺ ആയിട്ട് കാണുന്ന കുറച്ച് സിംറ്റംസ് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. അപ്പൊ അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഇതല്ലാതെ വേറെയും ഉണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് സോഴ്സസ് ഓഫ് ഇൻഫെക്ഷൻ ഇൻ ദ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലില് ഇൻഫെക്ഷൻ എങ്ങനെയൊക്കെ വരാം, അല്ലെങ്കിൽ ഏതൊക്കെ സോഴ്സുകളിൽ നിന്ന് അല്ലെങ്കിൽ ഏതൊക്കെ ഉറവിടങ്ങളിൽ നിന്ന് നമുക്ക് ഇൻഫെക്ഷൻസ് വരാം എന്നാണ് പഠിക്കുന്നത്. ആ ഒരു പിക്ചർ എല്ലാവർക്കും കാണാമോ? ഇതിൽ നോക്കിയിട്ട് കാണുന്നില്ല എങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് തന്നെ ഒന്ന് നോക്കാട്ടോ. ചിലത് ചിലപ്പോ നിങ്ങൾക്ക് കാണാൻ അല്ലെങ്കിൽ വായിക്കുമ്പോ ക്ലിയർ ആവണമെന്നില്ല. കാണാമോ? എല്ലാം ചെയ്തിട്ടുണ്ട്, ഇപ്പൊ കാണാമോ? ഓക്കെ, ശരി. അപ്പൊ ഇതില് ഒരുപാട് സ്രോതസ്സുകളാണ് കേട്ടോ. അപ്പൊ ഇത് ജസ്റ്റ് നിങ്ങൾ ആ പേരുകൾ മാത്രം പഠിച്ചു വെച്ചാൽ മതിയേ. എന്താ ഇവിടെ നിന്നൊക്കെയാണ് എന്നുള്ളത് മാത്രം. അപ്പൊ നോക്കിയേ, സോഴ്സസ് ഓഫ് ഇൻഫെക്ഷൻ ഇൻ ദ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഇൻഫെക്ഷൻ വരാൻ പറ്റുന്നത് ഫസ്റ്റ് വൺ ആണ്. ഒരു സൈഡിൽ നിന്ന് നമുക്ക് നോക്കാം, അതർ പേഷ്യൻസ്. മറ്റ് പേഷ്യൻസിൽ നിന്ന് നമ്മുടെ ഇതിലേക്ക് ഇൻഫെക്ഷൻ വരാം. ശരിയല്ലേ? ഇൻഫെക്ഷൻ ഉള്ള മറ്റു ആളുകളിൽ നിന്ന് നമ്മുടെ ബോഡിയിലേക്ക് ഇൻഫെക്ഷൻ വരാം, അല്ലെ? അതുപോലെ തന്നെ വിസിറ്റേഴ്സ്, അവിടെ വരുന്ന സന്ദർശകരിൽ നിന്ന് നമുക്ക് ഇൻഫെക്ഷൻ വരാം, അല്ലെ? ഒരു ഔട്ട്സൈഡ് എൻവയോൺമെന്റ് ആണ്, അല്ലെ? പുറമേ നിന്ന് സന്ദർശകർ വരുമ്പോ അവരിൽ നിന്ന് നമുക്ക് ഇൻഫെക്ഷൻ വരാം. ഹോസ്പിറ്റൽ പേഴ്സൺസ്, ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളിൽ നിന്ന് നമുക്ക് ഇൻഫെക്ഷൻ വരാം, അല്ലെ? ഹോസ്പിറ്റലിലെ ജീവനക്കാർ ഇൻഫെക്റ്റഡ് ആണെങ്കിൽ അവരിൽ നിന്ന് നമുക്ക് ഇൻഫെക്ഷൻ വന്നുകൂടെ? വരാം, അല്ലെ? അടുത്തത് സർജിക്കൽ പ്രൊസീജിയേഴ്സുമായി ബന്ധപ്പെട്ട്, അല്ലെ? ശസ്ത്രക്രിയാ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള എക്യുപ്മെന്റുകളോ കാര്യങ്ങളോ അല്ല യൂസ് ചെയ്യുന്നത്. പ്രോപ്പർ ആയിട്ടുള്ള ആ ഒരു സാനിറ്റേഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷനോ ഒന്നും നടന്നിട്ടില്ലെങ്കിൽ അത്തരം പ്രൊസീജിയേഴ്സ് വഴി നമുക്ക് ഇൻഫെക്ഷൻ വരില്ലേ? വരുമോ? വരും. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് എയറിൽ നിന്ന്, വായുവിലൂടെ നമുക്ക് ഇൻഫെക്ഷൻ പകരാം. ശരിയല്ലേ? ഒരു കോണ്ടാക്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്ട് ഇല്ലെങ്കിലും വായുവിലൂടെ നമുക്ക് ഇൻഫെക്ഷൻ പകരാം. അതുപോലെ തന്നെ വാട്ടർ ഓഫ് ഫുഡ്, വെള്ളത്തിൽ നിന്നോ ഫുഡിൽ നിന്നോ ഭക്ഷണത്തിൽ നിന്നോ ഇൻഫെക്ഷൻ വരാലോ. ദെൻ അടുത്തതാണ് പേഷ്യൻസ് എന്നാണ് കേട്ടോ. അവിടെ നിങ്ങൾ വായിക്കുന്ന സമയത്ത് ഇതെന്താന്ന് തോന്നരുത്, പേഷ്യൻസ് എന്നാണ് ഇതിന്റെ ഷോർട്ട് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. പേഷ്യൻസ് നോർമൽ ഫ്ലോറ നമ്മൾ ആദ്യം പഠിച്ചില്ലേ? അതായത് സർജറിയും കാര്യങ്ങളും ഒക്കെ ശേഷം നമ്മുടെ ബോഡിയിൽ ഓൾമോസ്റ്റ് എപ്പോഴും നമ്മുടെ ബോഡിയിലുള്ള മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്, അല്ലെ? അവ എന്ത് ചെയ്യുന്നു? ഓപ്പർച്യൂണിസ്റ്റിക് ആവുമെന്ന് നമ്മൾ പറഞ്ഞു, അല്ലെ? അവസരവാദികളായി നമ്മുടെ ബോഡി വീക്ക് ആവുമ്പോൾ ചിലപ്പോൾ അവരെന്ത് ചെയ്യും? ഇൻഫെക്ഷൻസ് ഉണ്ടാകാം. അത്തരം കേസുകളിൽ നമുക്ക് അങ്ങനെയും ഇൻഫെക്ഷൻ നമ്മുടെ ബോഡിയിലേക്ക് പേഷ്യൻസ് നോർമൽ ഫ്ലോറ എന്ന് പറയുന്നതാണ്. ഓക്കെ, ദെൻ അടുത്തത് ഫോർമൈറ്റ് കണ്ടാമിനേഷൻ. ഫോർമൈറ്റ് കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പല ഒബ്ജക്റ്റുകളിൽ നിന്ന്, അതായത് ഇപ്പൊ നമ്മുടെ റൂമിലോ ഒരു വാർഡിലോ ഒക്കെ നമ്മൾ താമസിക്കാൻ അല്ലെങ്കിൽ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ടച്ച് ചെയ്യുന്ന കുറെ സർഫസുകളുണ്ട്, ഇല്ലേ? ലൈറ്റിന്റെ സ്വിച്ചസ്, അത് എല്ലാവരും മാറി മാറി ഇടുന്ന കാര്യമാണ്, അല്ലെ? ഹാൻഡ് ഡ്രില്ലുകള്, ഡോറിന്റെ നോബ് അല്ലെങ്കിൽ ഡോറിന്റെ ഹാൻഡില്, ഇല്ലേ? ഉണ്ടോ? അതുപോലെ തന്നെ ബെഡിലെ തുണിത്തരങ്ങള്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും അങ്ങനെയുള്ള മറ്റു ഒബ്ജക്റ്റുകളിൽ നിന്നും നമുക്ക് ഇൻഫെക്ഷൻസ് വരുന്നതിനെയാണ്
ഫോർമൈറ്റ് കണ്ടാമിനേഷൻ എന്ന് പറയുന്നത്. പറയില്ല പിന്നീട് വായിക്കാൻ ബുദ്ധിമുട്ട് വരുമ്പോ അല്ലെങ്കിൽ മനസ്സിലാവുന്നില്ലെങ്കിൽ ജസ്റ്റ് അതിന്റെ ഓരോ ഇങ്ങനെ ലൈറ്റ് സ്വിച്ചസ് അങ്ങനെ ഒന്ന് എഴുതി വെച്ചോ ജസ്റ്റ് കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ്. അതെന്താണെന്നൊന്നും ചോദിക്കില്ല കേട്ടോ. ഫോർമൈറ്റ് കണ്ടാമിനേഷൻ എന്താണെന്ന് ചോദിക്കില്ല, ഏതൊക്കെ സോഴ്സസ് ഉണ്ടെന്ന് മാത്രമേ ചോദിക്കുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് പിന്നീട് വായിക്കുന്ന സമയത്ത് അത് ഓർമ്മ കിട്ടണമെങ്കിൽ അത് ഇന്നതാണ് എന്ന് പറയണമെങ്കിൽ എഴുതി വെക്കാം കേട്ടോ. അടുത്തത് ഡിവൈസസ്, ഡ്രെയിൻസ് ആൻഡ് കത്തീറ്റേഴ്സ്. ഇപ്പൊ നമ്മള് യൂറിൻ പോവാത്തവർ കത്തീറ്റേഴ്സ് പ്ലേസ് ചെയ്യാറുണ്ട്, ശരിയല്ലേ? അതുപോലെ തന്നെ ഡ്രെയിൻസ്, ഇപ്പൊ ഓപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞവർക്കാണെങ്കിൽ അവരുടെ ബോഡിയിൽ നിന്ന് അല്ലെങ്കിൽ ബ്ലഡ് എന്തെങ്കിലും വയ്യാത്തവരാണെങ്കിൽ അവരുടെ പസ്സോ പഴുപ്പോ അല്ലെങ്കിൽ ബ്ലഡോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫ്ലൂയിഡ്സ് ഒക്കെ വലിച്ചെടുക്കുന്നതിന് വേണ്ടി ഡ്രെയിൻസ് യൂസ് ചെയ്യാറുണ്ട്, ഇല്ലേ? അങ്ങനെ ഏതെങ്കിലും തരത്തില് എക്യുപ്മെന്റ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡിവൈസുകളുമായി ബന്ധപ്പെട്ട് ശരിയായ രീതിയിൽ സാനിറ്റൈസ് ചെയ്യാത്തതാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത്തരം രീതിയിലും നമുക്ക് ഇൻഫെക്ഷൻസ് വരാം. അതിനെയാണ് ഡിവൈസസ്, ഡ്രെയിൻസ് ആൻഡ് കത്തീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഇതെല്ലാം ഒരു ഹോസ്പിറ്റലില് ഇൻഫെക്ഷൻ വരാനുള്ള പല പല സോഴ്സസ് ആണ്. ഏതൊക്കെയാണ്? മറ്റ് പേഷ്യൻസിൽ നിന്ന് വരാം, വിസിറ്റേഴ്സ് സന്ദർശകരിൽ നിന്ന് വരാം, ഹോസ്പിറ്റൽ ജീവനക്കാരിൽ നിന്ന് വരാം, സർജിക്കൽ പ്രൊസീജിയേഴ്സിന്റെ ഭാഗമായിട്ട് വരാം, എയറിൽ നിന്ന് വരാം, വാട്ടർ അല്ലെങ്കിൽ ഫുഡിൽ നിന്ന് വരാം, പേഷ്യൻസിന്റെ നോർമൽ ആയിട്ടുള്ള അവരുടെ ബോഡിയിലെ മൈക്രോ ഓർഗാനിസംസ് ഓപ്പർച്യൂണിസ്റ്റിക് ആയിട്ട് അങ്ങനെ വരാം. അതുപോലെ തന്നെ ഫോർമൈറ്റ് കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ടച്ച് ചെയ്യുന്ന ലൈറ്റ് സ്വിച്ചസ്, ബെഡ് തുണിത്തരങ്ങള് അല്ലെങ്കിൽ അവിടുത്തെ എന്താണ് മറ്റേതെങ്കിലും ഹാൻഡ് റെയിൽസ്, ഡോർ നോബ്സ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് വരുന്ന ഇൻഫെക്ഷൻ ആണ്. ദെൻ ഡിവൈസസ്, ഡ്രെയിൻസ് ആൻഡ് കത്തീറ്റർ, പേഷ്യൻസിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിൽ നിന്ന് ഡ്രെയിൻസ്, നമ്മുടെ ബ്ലഡോ മറ്റു ഫ്ലൂയിഡ്സോ ഒക്കെ വലിച്ചെടുക്കാൻ വേണ്ടി ഡ്രെയിൻസ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ കത്തീറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട് പേഷ്യൻസിന്. അത്തരം രീതിയിലൂടെ നമുക്ക് ഇൻഫെക്ഷൻസ് വരാവുന്നതാണ്. ക്ലിയർ ആണോ? ദ സോഴ്സസ് ഓഫ് ഇൻഫെക്ഷൻ ഇൻ ദ ഹോസ്പിറ്റൽ. ഓക്കെ ആണോ? ഏതൊക്കെ സോഴ്സസ് ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കണേ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഭാഗത്തേക്ക് പോട്ടെ. ഓക്കെ അല്ലേ ഇത്? ഓക്കെ, ശരി. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് who is at risk for nosocomial infection. അപ്പൊ നോസോകോമിയൽ ഇൻഫെക്ഷൻ വരാനായിട്ട് ആരൊക്കെയാണ് പ്രധാനമായിട്ടും ആ റിസ്ക് അല്ലെങ്കിൽ ആ അപകട സാധ്യതയിലുള്ള ആളുകൾ ആരൊക്കെയാണ്? അപ്പൊ നോക്കിയേ, those who are admitted to a health care facility are at risk for contracting HIV. അപ്പൊ അവർക്ക് ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ അഡ്മിറ്റ് ആയിട്ടുള്ള ഭൂരിഭാഗം പേർക്കും എന്താണ് ഈ ഒരു ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ വരാനായിട്ട് അപകട സാധ്യതയുണ്ട്. എന്നാൽ ചില ആളുകൾക്ക് കുറച്ച് റിസ്ക് കൂടുതലാണ്, ശരിയല്ലേ? ഹെൽത്തുമായി ബന്ധപ്പെട്ട് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ആളുകളാവാം, പ്രായമായ ആളുകളാവാം, അവർക്കൊക്കെ കുറച്ചും കൂടി കൂടുതലാണ് ആ ഒരു അപകട സാധ്യത എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ അത്തരം കണ്ടീഷൻ ആണ് കേട്ടോ നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ ആണ് പേഷ്യന്റ് ഹോസ്പിറ്റൽ റൂംമേറ്റ്. അതായത് ഒരു പേഷ്യന്റിന്റെ ഹോസ്പിറ്റലില് റൂംമേറ്റിന് ഒരു ഇൻഫെക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കും. നമ്മൾ രണ്ടുപേരുണ്ട് ഒരു റൂമില്, അല്ലെങ്കിൽ ഒരു വാർഡ് ആയിക്കോട്ടെ, അവിടെ വേറെ ഇൻഫെക്ഷൻ ഉള്ള ഒരു വ്യക്തി കിടക്കുന്നുണ്ട്. ആ വ്യക്തിക്ക് നല്ല രീതിയിൽ ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പൊ അത്തരം വ്യക്തിയുടെ അടുത്താണ് നമ്മൾ ഒരു റൂം ഷെയർ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. സ്വാഭാവികമായിട്ടും അവരുമായിട്ട് നമ്മൾ ടച്ച് ചെയ്യുന്നില്ല അല്ലെങ്കിൽ വേറൊരു കോണ്ടാക്റ്റിന് പോകുന്നില്ലെങ്കിലും നമുക്ക് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലല്ലേ? ആണോ? കൂടുതലല്ലേ? അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തത് പ്രായം, ഏജ്. പർട്ടിക്കുലർലി if patient is more than 70 years old, ഒരു പേഷ്യന്റ് 70 വയസ്സിൽ കൂടുതലൊക്കെ ആണെങ്കിൽ അവര് പ്രായമായവരാണ്, അല്ലെ? അതിനനുസരിച്ച് അവരുടെ ഹെൽത്ത് കണ്ടീഷനും ആ ഇമ്മ്യൂണിറ്റി പവറൊക്കെ വളരെ കുറവായിരിക്കും. അപ്പൊ അവർക്ക് പെട്ടെന്ന്, അതായത് ചെറുപ്പക്കാരെ അപേക്ഷിച്ച് പ്രായമായവർക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അല്ലേ? കേട്ടോ, അങ്ങനെ വരാം. അതുപോലെ ഹൗ ലോങ് പേഷ്യന്റിനാണ് കേട്ടോ അവിടെ ഇടയില് കറക്റ്റ് ആണെന്ന് തിരുത്തണ്ട, അല്ലെങ്കിൽ ഒന്ന് തിരുത്താം. ഹൗ ലോങ് patient has been using antibiotics. പേഷ്യന്റിനാണേ, കറക്റ്റ് ആണോ? കറക്റ്റ് ആയിട്ടാണോ കിടക്കുന്നത്? അല്ല, ഓക്കെ, ശരി. അപ്പൊ ഇത് തിരുത്തിയേക്കണം. ആ, ശരിയാണ്. ഓക്കെ. അപ്പൊ പേഷ്യന്റ് ഹാസ് എന്താണ്, ഹൗ ലോങ് പേഷ്യന്റ് ഹാസ് ബീൻ യൂസിങ് ആന്റിബയോട്ടിക്സ്. അതുപോലെ തന്നെ ഈ ആന്റിബയോട്ടിക്സിന്റെ ഒരു പ്രത്യേകത എന്താണ്? എന്താണ് ഒരു ആന്റിബയോട്ടിക്സിന്റെ പ്രത്യേകത? ഒരു ആന്റിബയോട്ടിക് നമ്മൾ സ്ഥിരമായിട്ട് ഒരുപാട് നാളെ കഴിച്ചാൽ എന്ത് പറ്റും? പിന്നെ അത് നമ്മുടെ ബോഡിയിൽ അത് വർക്ക് ആവും?
ഏതൊരു മരുന്നും അല്ലേ, അല്ല കുറച്ച് ആ ഒരു കാലഘട്ടത്തിലേക്ക് മാത്രം അല്ലെ, അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചാൽ അത് നമ്മുടെ ബോഡി അതിനെ റിക്കവർ ചെയ്ത് മുന്നോട്ട് വരും അല്ലെ. ഇപ്പൊ നമ്മൾ വേറൊരു മരുന്ന് കഴിച്ചാൽ മാത്രമേ ചിലപ്പോൾ ഫലിക്കുള്ളൂ. അപ്പൊ അത്തരം കണ്ടീഷനിൽ ഒരു പേഷ്യന്റ് ഒരുപാട് നാള് ആന്റിബയോട്ടിക്സ് ഒരു സ്ഥിരമായിട്ട് ഏതെങ്കിലും ഒരു ആന്റിബയോട്ടിക് കഴിക്കുന്ന ആളാണെങ്കിൽ പോലും ചിലപ്പോ അവരുടെ ബോഡി ആ ആന്റിബയോട്ടിക്സിനെ മറികടന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മരുന്നായിരിക്കും ഇനി അവർക്ക് ഫലിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയും നാൾ ഒരാൾ എത്ര നാളായിട്ട് ആന്റിബയോട്ടിക് കഴിക്കുന്നു, ഏത് മരുന്നാണ് കഴിക്കുന്നത്, അതിനനുസരിച്ച് ചിലപ്പോ പേഷ്യൻസ് നമ്മൾ വിചാരിക്കും ആന്റിബയോട്ടിക് കഴിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കുമെങ്കിൽ പോലും ചിലപ്പോ അവർക്ക് ആ ഒരു ആന്റിബയോട്ടിക് അല്ലെങ്കിൽ മരുന്ന് ചിലപ്പോൾ അവരുടെ ശരീരത്തിൽ ഫലിക്കുന്നുണ്ടാവില്ല. അപ്പൊ അതിനനുസരിച്ച് അവർക്ക് ഇൻഫെക്ഷൻസ് വരാനും സാധ്യത കൂടുതലാണ്. Then whether the patient has a urinary catheter or not, നമുക്കറിയാം അല്ലെ, മൂത്രം പോവാതെ വരുമ്പോ പേഷ്യൻസിന് എന്ത് ചെയ്യാറുണ്ട്, കത്തീറ്റർ ഇടാറുണ്ട്, ശരിയല്ലേ. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും അവര് യൂറിൻ പോവാത്ത പേഷ്യൻസിന് ചെയ്യുന്ന കത്തീറ്ററൈസേഷൻ ചെയ്യും. അങ്ങനെ കത്തീറ്റർ ഇടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട് അല്ലെ. അങ്ങനെ കത്തീറ്റർ ഇട്ടിട്ടുണ്ടോ ഇല്ലയോ, അങ്ങനെയുള്ള പേഷ്യൻസിന് സ്വാഭാവികമായിട്ടും യൂറിനറി ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ ലെങ്തി ICU സ്റ്റേ, ഒരുപാട് ദിവസം നമ്മൾ ICUലോ, അതായത് ICUല് മാത്രമല്ല ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യുന്നതിന്റെ ദിവസം കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഇൻഫെക്ഷൻ കൂടാനുള്ള സാധ്യത കൂടുതലല്ലേ അല്ലേ. എത്ര ദിവസം നമ്മൾ കൂടുതൽ നിൽക്കുന്നോ അത്രയും ദിവസം നമുക്ക് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതകളും കൂടുതലാണ് അല്ലെ. ആൻഡ് വെദർ പേഷ്യന്റ് ഹാസ് ബീൻ ഇൻ എ കോമ, പേഷ്യന്റ് ഒരു കോമയിലൊക്കെ ഉള്ള ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ വളരെ വീക്കാണ് അല്ലെ. കുറെ ദിവസം ആ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യേണ്ടതായിട്ട് വരും. അതിനനുസരിച്ച് അവർക്ക് ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതകളും കൂടുതലായിരിക്കും. അതുപോലെ എനി ട്രോമ, എന്തെങ്കിലും വലിയ രീതിയിൽ ആഘാതങ്ങളൊക്കെ സംഭവിച്ച് ഹോസ്പിറ്റലിൽ വന്നിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവരുടെ കേസും ഇത് തന്നെയാണ് അല്ലെ. അവർക്ക് പല രീതിയിൽ പല പല ഇഞ്ചുറീസ് അല്ലെങ്കിൽ മുറിവുകളോ കാര്യങ്ങളോ ക്ഷതങ്ങളോ ഒക്കെ വെച്ചിട്ടുണ്ടാവാം. അപ്പൊ അത്തരം ഒരു വലിയ രീതിയിലുള്ള ഒരു ആഘാതമോ വലിയൊരു ആക്സിഡന്റോ കാര്യങ്ങളോ കഴിഞ്ഞ് വന്നവരാണെങ്കിൽ അവർ പെട്ടെന്ന് അവർക്ക് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ത്രെറ്റൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം, അതുപോലെ തന്നെ ഒരു പേഷ്യന്റിന്റെ ഇമ്മ്യൂൺ സിസ്റ്റം അല്ലെങ്കിൽ അവരുടെ പ്രതിരോധ സംവിധാനത്തിൽ എന്തെങ്കിലും ഭീഷണി നേരിടുന്നത്, അതായത് പ്രതിരോധ ഇമ്മ്യൂണിറ്റി പവർ കുറവുള്ള ആളുകളൊക്കെ ഉണ്ടാവും അല്ലെ. അതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ എന്തെങ്കിലും രോഗങ്ങളായിട്ട് ഫേസ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവും, ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും അപ്പൊ അവർക്ക്. അങ്ങനെ ഇമ്മ്യൂണിറ്റി പവർ കുറവുള്ള ആളുകളാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇൻഫെക്ഷൻ വരും. കാരണം എന്താ, ഈ ഇൻഫെക്ഷൻ ഏജൻസിനെതിരെ പ്രതിരോധിക്കാനായിട്ട് അവരുടെ ബോഡിയിൽ സെൽസ് ഇല്ലാത്തത് കൊണ്ട് അല്ലെ, കുറവായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് ചെറിയൊരു ഇൻഫെക്ഷൻ ആണെങ്കിൽ പെട്ടെന്ന് അവരെ ബാധിക്കാനുള്ള കാര്യങ്ങളാണ്. ഇത്രയും നോസോകോമിയൽ ഇൻഫെക്ഷൻ വരാനുള്ള അപകട സാധ്യതകൾ അല്ലെങ്കിൽ റിസ്ക് ആണ് നമ്മൾ പറയുന്നത്. ഹോസ്പിറ്റൽ റൂംമേറ്റിന് ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് വരാം. അതുപോലെ ഇപ്പൊ ഒരു പേഷ്യന്റ് 70 വയസ്സിൽ കൂടുതലാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് ബാധിക്കാം. അതുപോലെ തന്നെ എത്ര നാൾ അവർ ആന്റിബയോട്ടിക്സ് കഴിക്കുന്നുണ്ട് അതിനനുസരിച്ച് ഒരുപാട് നാളാവുന്ന ആന്റിബയോട്ടിക് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു ഫലം ചിലപ്പോൾ അവർക്ക് ബോഡിയിൽ ഏൽക്കുന്നില്ല. അത്തരം ആളുകൾക്ക് ചിലപ്പോൾ ഇൻഫെക്ഷൻസ് വരാം. അതുപോലെ തന്നെ കത്തീറ്ററോ കാര്യങ്ങളോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഫലമായിട്ട് ഇൻഫെക്ഷൻ വരാം. എത്ര ദിവസം അവരുടെ ലെങ്തിയോ ICUല് താമസിക്കുന്ന അല്ലെങ്കിൽ സ്റ്റേ ചെയ്യുന്നതിന്റെ ആ ഒരു ലെങ്തുമായി ബന്ധപ്പെട്ട് വരാം. അതുപോലെ തന്നെ ഒരു കോമയിൽ കിടക്കുന്ന പേഷ്യന്റ് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരാം. ട്രോമ, വലിയ രീതിയിലുള്ള ആഘാതങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരാം. അതുപോലെ ത്രെറ്റൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മുടെ ഇമ്മ്യൂൺ സംവിധാനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ രോഗങ്ങളോ ഫേസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്കും വേഗം ഇൻഫെക്ഷൻ വരാനുള്ള റിസ്ക് കൂടുതലായിരിക്കും. വേഗം ഒന്ന് വായിച്ചു നോക്കിയത്. ശരിയല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. ഇനി ഇതൊക്കെ എങ്ങനെയാണ് പകരുന്ന രീതി എങ്ങനെയാണ്? പല രീതിയിൽ നമ്മുടെ ബോഡിയിലേക്ക് ഇൻഫെക്ഷൻസ് വരാം അല്ലെ. ആ രീതികൾ നമ്മൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെ. ഫസ്റ്റ് വൺ ആണ് കോണ്ടാക്ട് ഒരു ഹാൻഡ് ബോൺ എന്നാണ്, ബി ആണ് ഇവിടെ. ഹാൻഡ് ബോൺ ട്രാൻസ്മിഷൻ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ട്രാൻസ്മിഷൻ ആണ്. എന്ന് വെച്ചാൽ എന്താണ്,
ഹാൻഡ് ബോൺ കോണ്ടാക്ട് നമ്മൾ നേരിട്ടുള്ള കോണ്ടാക്റ്റിലൂടെയോ അല്ലെങ്കിൽ കൈകളിലൂടെയോ പകരുക. അപ്പൊ അത് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു മോഡ് ഓഫ് ട്രാൻസ്മിഷൻ അത് ചോദിക്കാറുണ്ട്. മോസ്റ്റ് കോമൺ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഏതാണ്? കോണ്ടാക്ട് അല്ലെങ്കിൽ ഹാൻഡ് ബോൺ ട്രാൻസ്മിഷൻ ആണ് കേട്ടോ. ഹാൻഡ് ബോൺ ട്രാൻസ്മിഷൻ ആണ്. അപ്പൊ അത് നോക്കി വെക്കണം കേട്ടോ. ഇനി അതില് രണ്ട് സബ് ഗ്രൂപ്പ് ആയിട്ട് നമ്മൾ ഈ ഒരു കോണ്ടാക്ട് ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ഹാൻഡ് ബോൺ ട്രാൻസ്മിഷനെ രണ്ട് സബ് ഗ്രൂപ്പ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ, സെക്കൻഡ് വൺ ആണ് ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ. അതിൽ ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ this consists of a direct surface to body surface contact and physical shifting of microorganisms between a host and an infected colonizer, such as when a patient turns a patient, gives a bath, or does other patient care jobs that needs direct personal contact. ഇവിടെ പറയുന്നത് നേരിട്ട് നമ്മുടെ ശരീരം അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ആണ് നമ്മുടെ ബോഡി തമ്മിൽ നേരിട്ട് കോണ്ടാക്റ്റിൽ വരുന്നതാണ് ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ. കൺസിസ്റ്റ് ഓഫ് ഡയറക്റ്റ് സർഫസ് ടു ബോഡി സർഫസ്, രണ്ട് ബോഡി സർഫസുകൾ തമ്മിൽ നേരിട്ട് കോണ്ടാക്റ്റിൽ വരും. അപ്പൊ അങ്ങനെ നേരിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോ എന്താ, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയിൽ നിന്നും അവരുടെ ഫിസിക്കൽ ഷിഫ്റ്റിംഗ് ഓഫ് മൈക്രോ ഓർഗാനിസം അല്ലെ, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയുടെ ബോഡിയിൽ നിന്നും മറ്റേ വ്യക്തിയുടെ ബോഡിയിലേക്ക് മൈക്രോ ഓർഗാനിസം എന്ത് ചെയ്യും, ഷിഫ്റ്റ് ചെയ്യും ഇല്ലേ. ആ ആതിഥേയത്വം വഹിക്കുന്ന വ്യക്തിയുടെയും ശരീരത്തിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മൈക്രോ ഓർഗാനിസംസ് എന്ത് ചെയ്യുന്നു, ഷിഫ്റ്റ് ചെയ്യുന്നു അല്ലെ. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയുടെ പേഷ്യന്റിന്റെ ബോഡിയിൽ നിന്ന് പ്രസന്റ് ആണ് പേഷ്യന്റ്, അങ്ങനെ ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു, ഇൻഫെക്ഷൻ വന്ന ഒരു പേഷ്യന്റ് ആയിട്ട് മാറുന്നു. ശരിയല്ലേ? അത്തരം കോണ്ടാക്ട് ട്രാൻസ്മിഷൻ ആണ് ഡയറക്റ്റ് കോണ്ടാക്ട്. നേരിട്ട് അവിടെ ഒരു ബന്ധം വരുന്നുണ്ട്, ഒരു കോണ്ടാക്ട് വരുന്നുണ്ട്. ശരിയല്ലേ? രണ്ട് ബോഡി സർഫസ്. അപ്പൊ അതിൽ പ്രധാനമായിട്ടും ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ പേഷ്യന്റിനെ ചിലപ്പോൾ നമ്മുടെ പേഷ്യൻസിന്റെ പ്രാഥമിക കർത്തവ്യങ്ങൾ നടത്തിലാക്കാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ സഹായിക്കേണ്ടതായിട്ട് വരാം. അതായത് ഇപ്പൊ അവര് കുളിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അവരെ സഹായിക്കേണ്ടതായിട്ട് വരാം ഇല്ലേ. മറ്റേതെങ്കിലും പേഷ്യന്റ് കെയർ ജോബുകൾ ഇപ്പൊ അവരെ ഡ്രസ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ ഇപ്പോ അങ്ങനെ എന്തെങ്കിലും ഡ്രസ്സിങ് ചെയ്ത് കൊടുക്കാൻ സഹായിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് നേരിട്ട് ആ പേഴ്സണുമായിട്ട് ഒരു കോണ്ടാക്ട് വരുന്നു ഇല്ലേ. നേരിട്ട് ബോഡി സർഫസുകൾ തമ്മിൽ കോണ്ടാക്ട് വരികയാണ് കേട്ടോ. അത് മാറിപ്പോകരുത്. ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ പറയുമ്പോൾ നേരിട്ട് അവരുടെ ബോഡി സർഫസുകൾ തമ്മിൽ കോണ്ടാക്ട് വരുന്ന സമയത്ത് ആ ആതിഥേയത്വം വഹിക്കുന്ന ആ ഒരു ഇൻഫെക്ഷൻ ഉള്ള വ്യക്തിയുടെ ബോഡിയിൽ നിന്നും ആ ഇൻഫെക്ഷൻ ഇല്ലാത്ത വ്യക്തിയുടെ ബോഡിയിലേക്ക് മൈക്രോ ഓർഗാനിസംസ് ഷിഫ്റ്റ് ചെയ്യുകയും ആ വ്യക്തി എന്ത് ചെയ്യുന്നു, ഇൻഫെക്ഷൻ വന്ന് പിന്നീട് ഒരു പേഷ്യന്റ് ആയിട്ട് മാറുകയും ചെയ്യുന്നു. അപ്പൊ ഇവിടെ പേഷ്യൻസിന് സാധാരണയായിട്ട് അവരെ കുളിക്കാൻ സഹായിക്കുന്നു, അല്ലെങ്കിൽ അവർ ഡ്രസ്സിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സഹായിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് മറ്റെന്തെങ്കിലും രീതിയിൽ നേരിട്ട് കോണ്ടാക്ട് വരുന്ന രീതിയിൽ മറ്റെന്തൊരു കാര്യം ചെയ്തു കൊടുക്കുമ്പോഴും അവിടെ ആ ഒരു ബോഡി സർഫസ് തമ്മിൽ നേരിട്ട് കോണ്ടാക്റ്റിൽ വരുന്നുണ്ട്. അത്തരം സിറ്റുവേഷനിൽ വരുന്ന ഇൻഫെക്ഷനെയാണ് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസം ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അത് ആ ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ. എന്തായിരിക്കും അപ്പൊ ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോ എന്തായിരിക്കാം? This consists of contact of a susceptible host with a tainted intermediate object like contaminated instruments, needles or dressing, or tainted gloves that are not changed. അതെ, നേരിട്ടല്ലാതെ അല്ലെ. ബിറ്റ്വീൻ പേഷ്യൻസ്, tainted surfaces by needles, dried blood that transmit hepatitis B and C. ഇപ്പൊ ഇവിടെ നേരിട്ടൊരു കോണ്ടാക്ട് അവർ തമ്മിൽ നേരിട്ട് ബോഡി സർഫസ് തമ്മിൽ കോണ്ടാക്ട് വരുന്നില്ലെങ്കിൽ പോലും അവിടെ ഒരു ഇന്റർമീഡിയറ്റ് ഒബ്ജക്റ്റ് ഉണ്ട് അല്ലെ. ഇപ്പൊ മലിനമായിട്ടുള്ള എന്തെങ്കിലും ഉപകരണങ്ങളാവാം, നീഡിലുകളാവാം, ഡ്രസ്സിങ്സ് ആവാം, അല്ലെങ്കിൽ ടേഞ്ചർ എന്ന് പറഞ്ഞാൽ മലിനമായിട്ടുള്ള അർത്ഥമാണ് കേട്ടോ. കണ്ടാമിനേറ്റഡ് എന്നുള്ള അർത്ഥം തന്നെയാണ്. മലിനമായിട്ടുള്ള ഗ്ലൗസുകളാവാം, അല്ലെങ്കിൽ ഒരു പേഷ്യന്റിന് യൂസ് ചെയ്തിട്ട് മറ്റൊരു പേഷ്യന്റിലേക്ക് വരുമ്പോൾ ഗ്ലൗസോ കാര്യങ്ങളോ അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ അതേ ഇത് തന്നെ ആയിരിക്കും പിന്നെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പൊ ബ്ലഡിന്റെയോ കറകൾ പറ്റിയിട്ടുള്ള നീഡിൽസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സർഫസുകളുമായി ബന്ധപ്പെട്ട കോണ്ടാക്ട് ഒക്കെ വരികയാണെങ്കിൽ ഈ പറയുന്ന പോലെ ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി നമ്മുടെ ലിവറിനെ ബാധിക്കുന്ന ഇൻഫെക്ഷൻ ആണ് അല്ലെ. അപ്പൊ അത്തരം ഇൻഫെക്ഷൻ ഒക്കെ ബ്ലഡിലോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സിലൂടെയാണ് പകരുക. അപ്പൊ അങ്ങനെ ഇവരിലേക്ക് വരാവുന്നതാണ് നീഡിൽസ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത്. അപ്പൊ അത്തരം നേരിട്ട് ഇവർ തമ്മിൽ ബോഡി കോണ്ടാക്ട് ഇല്ലെങ്കിലും ഒരു ഇന്റർമീഡിയറ്റ് ഒബ്ജക്റ്റ്, ഒരു മധ്യത്തിൽ ഒരു ഒബ്ജക്റ്റ് വഴി, അതായത് കണ്ടാമിനേറ്റഡ്
ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സോ നീഡിൽസോ ഡ്രസ്സിങ്സോ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാത്ത കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഗ്ലൗസുകളോ അല്ലെങ്കിൽ ബ്ലഡ് സ്റ്റെയിൻസ് വെച്ചിട്ടുള്ള നീഡിലുകളോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുണ്ടാവുന്ന ഒരു എന്താണ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ആ ഒരു മൈക്രോ ഓർഗാനിസംസിന്റെ ട്രാൻസ്മിഷനെയാണ് ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആകുന്നത്? ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷനും ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷനും മനസ്സിലായോ? ഓക്കെ ആണോ? അത് രണ്ട് വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. അതിനുശേഷം നമുക്കൊരു രണ്ടെണ്ണം കൂടി പറയാം. മനസ്സിലാക്കി പഠിക്കണം കേട്ടോ, ഒരിക്കലും ബൈഹാർട്ട് ചെയ്യണ്ട, നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ മതി. ക്ലിയർ അല്ലേ? ഓക്കെ. Then next one ആണ് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ. ഇതറിയാലോ, ഡ്രോപ്ലെറ്റ്സ് അല്ലെ, നമ്മുടെ വായുത്തുള്ളികളിലൂടെ. അതായത് ട്രാൻസ്മിഷൻ happens when droplets that contain microbes from the infected person are pushed a short distance. ഇപ്പൊ നമ്മൾ ചുമക്കുന്ന സമയത്ത്, തുമ്മുന്ന സമയത്തൊക്കെ ഒരു ചെറിയ ഡിസ്റ്റൻസിലേക്കെങ്കിലും നമ്മുടെ വായിൽ നിന്നോ അല്ലെങ്കിൽ മൂക്കിൽ നിന്നോ എന്ത് ചെയ്യാറുണ്ട്? എയർ ഡ്രോപ്ലെറ്റ്സുകൾ തെറിക്കാറുണ്ട്. ശരിയല്ലേ? അതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും വെച്ച് മാസ്ക് ചെയ്തിട്ട് വേണം ചുമക്കാൻ അല്ലെങ്കിൽ തുമ്മാൻ എന്ന് പറയാം. ഇല്ലേ? അത് ഒരുപാട് ദൂരേക്ക് പോവോ? ഇല്ല. നമ്മുടെ നിയറസ്റ്റ് ആയിട്ട് ഒരു ചെറിയ പരിധിയെങ്കിലും അത് പോവാറുണ്ട്. ശരിയല്ലേ? അപ്പൊ അങ്ങനെ നമ്മൾ ചുമക്കുന്ന സമയത്ത് ഒരു എയർ ഡ്രോപ്ലെറ്റ് അല്ലെങ്കിൽ ഒരു തുള്ളി നമ്മളേക്ക് തെറിക്കുന്ന സമയത്ത് അതിനുള്ളിൽ എന്ത് അടങ്ങിയിട്ടുണ്ടാവും? മൈക്രോബ്സ് ഉണ്ടാവും. ശരിയല്ലേ? ഇൻഫെക്ഷന് കാരണമാകുന്ന മൈക്രോബ്സ് ഉണ്ടാവും, സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അപ്പൊ അത്തരം കേസാണ് ഇവിടെ പറയുന്നത്. ഇൻഫെക്റ്റഡ് പേഴ്സൺ ആർ പുഷ്ഡ് എ ഷോർട്ട് ഡിസ്റ്റൻസ്. അപ്പൊ നമുക്ക് ചുമക്കുന്ന സമയത്തോ അല്ലെങ്കിൽ തുമ്മുന്ന സമയത്ത് കുറച്ച് ഡിസ്റ്റൻസ് എങ്കിലും അത് എന്ത് ചെയ്യുന്നു? ആ വായുവിലൂടെ തെറിച്ചു പോകും, അല്ലെ? എയറിലൂടെ പോകുന്നു. ആ ഡെപ്പോസിറ്റഡ് ഓൺ ദ പേഷ്യൻസ് ബോഡി. നമ്മുടെ നിയറസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആളുകളുടെ ബോഡിയിൽ അത് പോയി ഡെപ്പോസിറ്റ് ചെയ്യും. ശരിയല്ലേ? അങ്ങനെ മറ്റൊരാളുടെ ബോഡിയിൽ ഇപ്പൊ അത് എത്തിയില്ലേ? മറ്റൊരാളുടെ ബോഡിയിൽ എത്തിയോ? is made from coughing that droplets are generated from the source person. അല്ലെ? ആ ഇൻഫെക്ഷൻ ഉള്ള വ്യക്തിയുടെ ശരീരത്തിൽ നിന്നാണ് ആ ഒരു തുള്ളി വന്നിരിക്കുന്നത്, ആ ഒരു വെള്ളത്തുള്ളി വന്നിരിക്കുന്നത്, അല്ലെ? And during the performance of certain procedures such as bronchoscopy. ഇപ്പൊ ചുമക്കുന്ന സമയത്ത് അല്ലെങ്കിൽ തുമ്മുന്ന സമയത്ത് അങ്ങനെയാകാം. അല്ല എങ്കിൽ നമ്മൾ ഈ ബ്രോങ്കോസ്കോപ്പി പോലെയുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യല്ലോ. ബ്രോങ്കോസ്കോപ്പി എന്ന് പറഞ്ഞാൽ എന്താ? ബ്രോങ്കോസ്കോപ്പി പ്രൊസീജിയർ എന്ന് പറഞ്ഞാല് ഉദ്ദേശിക്കുന്നത് എന്താ? ഇതൊരു മെഡിക്കൽ പ്രൊസീജിയർ ആണ്. കേട്ടിട്ടുണ്ടോ? ഇത് പേര് കേട്ടിട്ടുണ്ടോ? ഇതൊരു മെഡിക്കൽ പ്രൊസീജിയർ ആണ്, അല്ലെ? നിങ്ങൾ വേറെ എന്തെങ്കിലും ചാപ്റ്റേഴ്സിൽ ഇത് പഠിച്ചിരുന്നോ? ബ്രോങ്കോസ്കോപ്പി ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ട്യൂബ്, അതായത് ബ്രോങ്കോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു ഫ്ലെക്സിബിൾ ട്യൂബ് നമ്മള് എന്ത് ചെയ്യുന്നു? നമ്മുടെ ലെങ്സ് അല്ലെങ്കിൽ നമ്മുടെ എയർവേയിലൂടെ, നോസിലൂടെയോ മൗത്തിലൂടെ ഇറക്കുകയാണ് ചെയ്യാം, അല്ലെ? എന്തിനു വേണ്ടിയാ? നമ്മുടെ ലെങ്സും എയർവേയും ഒക്കെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ? അതുമായി ബന്ധപ്പെട്ട് രോഗനിർണയം നടത്താനും ട്രീറ്റ്മെന്റുകളൊക്കെ നടത്താൻ വേണ്ടി ആ ഒരു ഭാഗത്തെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ലോങ് ഫ്ലെക്സിബിൾ ട്യൂബ് അല്ലെങ്കിൽ ബ്രോങ്കോസ്കോപ്പ് എന്ത് ചെയ്യുന്നു? അതിന്റെ കൂടെ നെഗറ്റീവ് ക്യാമറയും ലൈറ്റും കാര്യങ്ങളും ലൈറ്റ് സോഴ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ബ്രോങ്കോസ്കോപ്പ് എന്ന് പറയുന്ന ആ ഒരു ഫ്ലെക്സിബിൾ ട്യൂബ് എന്ത് ചെയ്യുന്നു? ഇൻസേർട്ട് ചെയ്യുന്നതിനെയാണ് ബ്രോങ്കോസ്കോപ്പി പ്രൊസീജിയർ ചെയ്യാന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത്തരം പ്രൊസീജിയർ ചെയ്യുമ്പോഴും സ്വാഭാവികമായിട്ടും അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഡ്രോപ്ലെറ്റ്സ് തെറിച്ചൂടെ? തെറിക്കോ?
ഈ ട്യൂബ് ഇടുന്ന സമയത്തും എടുക്കുന്ന സമയത്തൊക്കെ സ്വാഭാവികമായിട്ടും നമുക്ക് ഇറിറ്റേഷൻ വരുമ്പോൾ ആളുകൾ ചുമയ്ക്കാം, അല്ലെങ്കിൽ അത് എടുക്കുന്ന സമയത്ത് ധരിക്കാം, അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള പ്രൊസീജിയർ ചെയ്യുമ്പോഴാവാം, അല്ലെങ്കിൽ നമ്മൾ ചുമയ്ക്കുന്ന സമയത്താവാം ഈ ഒരു ഡ്രോപ്ലെറ്റ്, നമ്മൾ ആ ചുമയ്ക്കുന്ന സമയത്ത് ആ ഒരു വെള്ളത്തുള്ളികള് പുറത്തേക്ക് പോകുന്നത് ആ ഒരു എയറിൽ ഒരു കുറച്ച് ഡിസ്റ്റൻസ് എങ്കിലും പുറത്തേക്ക് പോകും. അതിൽ എന്തുണ്ടായിരിക്കും? മൈക്രോ ഓർഗാനിസംസ് ഉണ്ടായിരിക്കും. അത് മറ്റൊരു വ്യക്തിയുടെ പേഷ്യന്റിന്റെ ബോഡിയിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്യുകയും അവരിൽ ആ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവുകയും ചെയ്യും. ക്ലിയർ ആണോ? ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ എന്താണുള്ളത് മനസ്സിലായോ? ഓക്കെ, ശരി. അടുത്തതാണ് എയർബോൺ ട്രാൻസ്മിഷൻ. എയർബോൺ ട്രാൻസ്മിഷനിൽ ചെറിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഡിസെമിനേഷൻ ക്യാൻ ബി either airborne droplet nuclei, a small particle residue of droplets that contain microorganisms which remain suspended in the air for long period of time, or dust particles that contain the infectious agent. അപ്പൊ ഇവിടെ ഈ എയർബോൺ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് വ്യത്യാസമുണ്ട്. ഇവിടെ നമ്മുടെ എന്തെങ്കിലും എയറിലുള്ള എന്തെങ്കിലും ഡ്രോപ്ലെറ്റുകളിൽ ചിലപ്പോൾ ഏതെങ്കിലും മൈക്രോ ഓർഗാനിസംസ് ഉൾപ്പെട്ടിട്ടുണ്ടാവാം. അത് ചിലപ്പോൾ കുറച്ച് നേരം, കുറച്ച് അധികം ലോങ് ടൈം ഓഫ് പീരീഡ് ഓഫ് ടൈം എയറിൽ തന്നെ നിലനിർത്തും. ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് സമയം അതിന് എയറിൽ നിൽക്കാൻ പറ്റുന്നില്ല. കുറച്ച് ഡിസ്റ്റൻസ് മാത്രമേ പോകുന്നുള്ളൂ. അത് ആരുടെ ബോഡിയിലാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ആ വ്യക്തിക്ക് വരും. അതായത് നമ്മുടെ നിയറസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആളുകളെ മാത്രമേ ബാധിക്കുള്ളൂ. ശരിയല്ലേ? നമ്മൾ ചുമക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഇത്തിരി നീങ്ങിക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിയെ അത് ബാധിക്കുന്നില്ല. കാരണം അത് തൊട്ടടുത്ത് കുറച്ചധികം ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, അതിന്റെ അടുത്ത് ഉള്ളിൽ വരുന്ന ആളുകളെ മാത്രമേ ബാധിക്കുള്ളൂ. അതേസമയം എയർബോൺ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എയറിൽ എന്തെങ്കിലും ഡസ്റ്റ് പാർട്ടിക്കിൾസ്, പൊടിപടലങ്ങൾ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളത്തുള്ളികളോ കാര്യങ്ങളോ ഒക്കെ എയറിൽ ഉണ്ടെങ്കിൽ അതിൽ മൈക്രോ ഓർഗാനിസംസ് വരികയും അത്തരം ഡസ്റ്റ് പാർട്ടിക്കിളിൽ നിന്ന്, അല്ലെങ്കിൽ അത്തരം ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയയിൽ നിന്നും ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ഏജൻസ് അതിൽ കടന്നുപോവുകയും അത് കുറെ സമയത്തേക്ക് നമ്മുടെ എയറിൽ നിലനിൽക്കുകയും അത് ആരുടെയും കോണ്ടാക്റ്റുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ആ ബോഡിയിൽ, അവരുടെ ബോഡിയുമായിട്ട് സർഫസിൽ ആരുടെയും സർഫസ് ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ അവരുടെ ബോഡിയിൽ ഡെപ്പോസിറ്റ് ചെയ്ത് അങ്ങനെ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ ആണ് എയർബോൺ ട്രാൻസ്മിഷൻ. അപ്പൊ വായുവിലൂടെ ഉണ്ടാവുന്നതാണ്, അല്ലാതെ നമ്മൾ ചുമയ്ക്കുമ്പോഴോ കാര്യങ്ങളോ ചെയ്യുന്ന സമയത്ത് തെറിച്ച് നമ്മുടെ മേത്തേക്ക് വീഴുന്നതല്ല. മനസ്സിലായോ? എന്റെ വ്യത്യാസം മനസ്സിലായോ? അപ്പൊ ഒരിക്കലും തെറിച്ച് വീഴുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചുമക്കുന്ന സമയത്ത് നമുക്കറിയാലോ, ചുമക്കുന്ന സമയത്ത് തൊട്ടടുത്ത ആളുകളെയാണ് അത് ബാധിക്കുക, അല്ലെ? അതേസമയം എയർബോൺ ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോൾ ഇത് ഈ ഒരു ഇൻഫെക്ഷൻ ചിലപ്പോൾ എന്തെങ്കിലും എയർ ഡ്രോപ്ലെറ്റ് ആവാം, അല്ലെങ്കിൽ ഡസ്റ്റ് പാർട്ടിക്കിൾ ആവാം, പൊടിപടലങ്ങളുമായി ബന്ധപ്പെട്ട് ഇൻഫെക്ഷൻ ഏജൻസ് അതിൽ ഉൾപ്പെടുകയും അത് കുറച്ചു നേരം ലോങ് പീരീഡ് ഓഫ് ടൈം എയറിൽ തന്നെ നിൽക്കുകയും അത് ഒരുപാട് ദൂരത്തേക്ക് പോകാനോ അല്ലെങ്കിൽ ഒരുപാട് ആളുകളെ ബാധിക്കാനോ ഒക്കെ സാധ്യതയുള്ള ഒന്നാണ് എയർബോൺ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അത് രണ്ട് വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയയുടെ ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷനും എയർബോൺ ട്രാൻസ്മിഷനും. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? ഓക്കെ, ലാസ്റ്റ് രണ്ടെണ്ണം കൂടി ഉണ്ട് കേട്ടോ. ലാസ്റ്റ് രണ്ടെണ്ണം കൂടി ഉണ്ട്. ഫസ്റ്റ് ലാസ്റ്റ് വൺ ആണ് കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ. കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ എന്തൊക്കെയായിരിക്കും? ദിസ് അപ്ലൈസ് ടു മൈക്രോ ഓർഗാനിസംസ് ട്രാൻസ്മിറ്റഡ് ടു ദ ഹോസ്റ്റ് ബൈ കണ്ടാമിനേറ്റഡ് ഐറ്റംസ് സച്ച് ആസ് ഫുഡിലൂടെ, വാട്ടറിലൂടെ, മെഡിക്കേഷൻ, മരുന്നുകളിലൂടെ, ഡിവൈസസ്, നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസുകളിലോ അല്ലെങ്കിൽ പേഷ്യൻസ് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റുകളിലൂടെയൊക്കെ പകരുന്നതിനെയാണ് നമ്മൾ കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. സാധാരണ കോമൺ ആയിട്ടുള്ള വെഹിക്കിൾസ്, വാഹനങ്ങളിലൂടെ, ഫുഡ്, വാട്ടർ, മെഡിക്കേഷൻ, ഡിവൈസസ് ആണ് എക്യുപ്മെന്റ്. അതിലൂടെ നമുക്ക് പകരുന്ന ഇൻഫെക്ഷൻ ആണ് കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ. എളുപ്പമല്ലേ? അടുത്തത് വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാല് that occurs when such as mosquitoes, കൊതുക്, ഈച്ച, എലി, മറ്റെന്തെങ്കിലും മറ്റു കീടങ്ങള് അതിൽ നിന്ന് പകരുന്നതാണ് വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. This occurs when such as mosquitoes,
flies, rats, and other vermin transmit microorganisms. Clear അല്ലേ അത്? അതിന് ഒരു ഡീറ്റെയിൽസ് ഒന്നും പറയണ്ട. നിങ്ങൾ അത് എങ്ങനെ നോക്കി വെച്ചാൽ മതി. വേഗം രണ്ടെണ്ണം വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ നമ്മളിവിടെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ആണ് കേട്ടോ കംപ്ലീറ്റ് ചെയ്തത്. കോണ്ടാക്ട് ഒരു ഹാൻഡ് ബോൺ ട്രാൻസ്മിഷൻ, അതിൽ രണ്ടെണ്ണം ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ, ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ. സെക്കൻഡ് വൺ പറഞ്ഞത് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ, തേർഡ് വൺ പറഞ്ഞത് എയർബോൺ ട്രാൻസ്മിഷൻ, ഫോർത്ത് വൺ പറഞ്ഞത് കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ, ഫിഫ്ത് വൺ പറഞ്ഞത് വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ. ഇനി നെക്സ്റ്റ് നമ്മള് ഇതിനെ എങ്ങനെ പ്രിവെൻഷൻ, ഇതിനെ എങ്ങനെ തടയാം അല്ലെ? നമുക്ക് ഈ ഇൻഫെക്ഷൻ എങ്ങനെ തടയാം, എങ്ങനെയൊക്കെ തടയാം? ഒരു ഇൻഫെക്ഷൻ വന്നാൽ നമുക്ക് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? അതൊന്ന് പറഞ്ഞേ. എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് വരാതിരിക്കാൻ ചെയ്യാം? എന്താണ് ക്ഷീണിച്ചോ? എന്താണ് ഒരു റിപ്ലൈ ഇല്ലാത്ത? സാനിറ്റൈസ് ചെയ്യാം. ശരിയാണ്, സാനിറ്റേഷൻസ് ചെയ്യാം, ശുചീകരണങ്ങൾ നടത്താം. പിന്നെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ആണെങ്കിൽ സ്റ്റെറിലൈസേഷൻ ചെയ്യാം അല്ലെ? സ്റ്റെറിലൈസേഷൻ ചെയ്യാം. വെരി ഗുഡ്. ഹാൻഡ് വാഷിംഗ് ചെയ്യാം. ശരിയാണ്, ഹാൻഡ് വാഷിംഗ് ചെയ്യാം. മാസ്ക്, അങ്ങനെയുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ധരിക്കാം അല്ലെ? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ധരിക്കാം. ശരിയാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ നമുക്ക് ഇതിനു വേണ്ടിയിട്ട്, ഇത് തടയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ അതൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടെ പറയുന്നത്. ഒരുപാട് കുറേയൊക്കെ എളുപ്പമായിട്ട് തോന്നില്ലേ നിങ്ങൾക്ക്? എളുപ്പമല്ലേ ഈ ഒരു ചാപ്റ്റർ? നമുക്ക് പഠിച്ചതിന്റെ ഒരു കഥ പോലെ വായിച്ചു പോവാവുന്ന ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. ചെറിയ ടേംസ് മാത്രമാണ് അതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു എന്നുള്ളതുള്ളൂ. അല്ലെങ്കിൽ ജനറൽ ആയിട്ട് നമുക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ നോക്കിയേ, പ്രിവെൻഷനുമായി ബന്ധപ്പെട്ട് കൺട്രോളിംഗ് നോസോകോമിയൽ ഇൻഫെക്ഷൻ ഈസ് ടു ഇംപ്ലിമെന്റ് QA എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി അഷ്വറൻസ് അല്ലെങ്കിൽ QC ക്വാളിറ്റി കൺട്രോൾ മെഷേഴ്സ് ടു ദ ഹെൽത്ത് കെയർ സെക്ടേഴ്സ് ആൻഡ് എവിഡൻസ് ബേസ്ഡ് മാനേജ്മെന്റ് ആൻഡ് ബി ഫീസിബിൾ അപ്രോച്ച്. അപ്പൊ ഇവിടെ നമുക്കൊരു നോസോകോമിയൽ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നിയന്ത്രിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് നടപ്പിലാക്കണം? ക്വാളിറ്റി അഷ്വറൻസ്, അവിടെ നല്ല ഗുണനിലവാരം ഉറപ്പാക്കണം. അതുപോലെ തന്നെ ക്വാളിറ്റി കൺട്രോൾ, ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ ഉൾപ്പെടുത്തണം. ഇതൊക്കെ നിങ്ങൾ ക്വാളിറ്റി അഷ്വറൻസ് എന്താണ്, ക്വാളിറ്റി മാനേജ്മെന്റ് അല്ലെങ്കിൽ ക്വാളിറ്റി കൺട്രോൾ എന്താണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ തേർഡ് ആൻഡ് ഫോർത്ത് മൊഡ്യൂളൊക്കെ പഠിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നിങ്ങൾ ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓരോ കാര്യത്തിന്റെയും ക്വാളിറ്റി ഉറപ്പുവരുത്തുക, ക്വാളിറ്റി കൃത്യമായി നിയന്ത്രിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് ആ ഒരു ഹെൽത്ത് കെയർ സെക്ടറിലെ ഇൻഫെക്ഷൻസിന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ എവിഡൻസ് ബേസ്ഡ് മാനേജ്മെന്റ്, കൃത്യമായിട്ട് ആ ഒരു ഇൻഫെക്ഷൻ എവിടെ നിന്ന് വന്നു അല്ലെ, അതിന് പ്രധാനമായിട്ടുള്ള എവിഡൻസുകൾ, അത് ഏത് സ്രോതസ്സിൽ നിന്ന് വന്നു, ഏത് രീതിയിലൂടെ വന്നു, അങ്ങനെയുള്ള കൃത്യമായ തെളിവുകൾ കിട്ടി അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓരോ ട്രീറ്റ്മെന്റുകളും അല്ലെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യുമ്പോഴാണ് അത് എഫക്റ്റീവായിട്ട് നമുക്ക് തടയാനായിട്ട് സാധിക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു നല്ല രീതിയിലുള്ള ഒരു ഫീസിബിൾ അപ്രോച്ച് അല്ലെങ്കിൽ പ്രായോഗികപരമായിട്ടുള്ള ഒരു സമീപനം ഈ മേഖലയിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ പാലിക്കേണ്ടതായിട്ട് ഫോളോ ചെയ്യേണ്ട കുറച്ച് രീതികൾ അല്ലെങ്കിൽ വഴികളുണ്ട് ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ തടയുന്നതിന് വേണ്ടി. അതിൽ ഫസ്റ്റ് വൺ ആണ് സാനിറ്റേഷൻ. സാനിറ്റേഷൻ എന്താ? ശുചീകരണം നടത്തുക അല്ലെ? The hospital must have sanitation protocols concerning uniforms, equipment, sterilization, washing and other preventive measures. അപ്പൊ നോക്കിയേ, ഹോസ്പിറ്റൽ മസ്റ്റ് have എല്ലാ ഹോസ്പിറ്റലും കൃത്യമായിട്ട് സാനിറ്റേഷൻ പ്രോട്ടോകോൾസ് ഉണ്ടായിരിക്കണം. ശുചീകരണവുമായി ബന്ധപ്പെട്ട കൃത്യമായ പ്രോട്ടോകോൾസ് അല്ലെങ്കിൽ പെരുമാറ്റച്ചട്ടങ്ങൾ. അതായത് അവിടുത്തെ എംപ്ലോയീസിന്റെ യൂണിഫോംസ് എങ്ങനെ ശുചീകരിക്കണം, എക്യുപ്മെന്റുകൾ എങ്ങനെ സ്റ്റെറിലൈസ് ചെയ്യണം, എങ്ങനെ അത് വാഷ് ചെയ്യണം, എങ്ങനെ മറ്റ് അതർ പ്രിവെന്റീവ് മെഷേഴ്സ്, മറ്റ് പ്രതിരോധ നടപടികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കൃത്യമായ ഒരു സാനിറ്റേഷൻ പ്രോട്ടോകോള് ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. ആൻഡ് തൊറോ ഹാൻഡ് വാഷിംഗ്, അതുപോലെ തന്നെ ശരിയായ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഹാൻഡ് വാഷിംഗ് ചെയ്യണം അല്ലെ? ആൻഡ് ഓർ യൂസ് ഓഫ് ആൽക്കഹോൾ റബ്സ് by all medical personnel
before and after each patient contact is one of the most effective ways to fight nosocomial infection. ശരിയല്ലേ? ഒരു പേഷ്യന്റിനെ കൈകാര്യം ചെയ്യുന്നു, ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു, അവർക്ക് കെയർ കൊടുത്തു കഴിഞ്ഞ് മറ്റൊരു പേഷ്യന്റിലേക്ക് നമ്മൾ കോണ്ടാക്റ്റിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എല്ലാ മെഡിക്കൽ പേഴ്സണൽസും എന്ത് ചെയ്യണം? ശരിയായ രീതിയിൽ അവരുടെ ഹാൻഡ് വാഷ് ചെയ്യണം, അല്ലെ? അതല്ലെങ്കിൽ ഇപ്പൊ ഹാൻഡ് വാഷ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അതിനനുസരിച്ച് എന്ത് ചെയ്യാം? നമ്മൾ സാനിറ്റൈസേഴ്സ് ഒക്കെ ഉപയോഗിച്ച്, ആൽക്കഹോൾ ഡ്രഗ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് സാനിറ്റൈസേഴ്സ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ കൈ എന്ത് ചെയ്യാറുണ്ട്? റബ്ബ് ചെയ്യാറില്ലേ? അത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് എന്ത് ചെയ്യുക? ഹാൻഡ് വാഷ് ചെയ്യാൻ അവരുടെ കയ്യിൽ എപ്പോഴും വളരെ ശുചിത്വപൂർണ്ണമായിട്ട് കീപ്പ് ചെയ്യാന്നുള്ളത്. അപ്പൊ അതെന്ന് പറയുന്നത് ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻസിനെതിരെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു രീതി കൂടിയാണ്. Then sanitizing surfaces is part of a control measures to reduce lessened nosocomial infection in healthcare environment. Notwithstanding sanitation protocol, patient cannot be completely isolated from communicable agents. So, നമ്മൾ ശുചീകരണങ്ങൾ നടത്തുക, അതായത് എല്ലാ സർഫസുകളിലും നമ്മൾ ശുചീകരണങ്ങൾ നടത്തുക, അതുമായി ബന്ധപ്പെട്ട പല നടപടിക്രമങ്ങളും പാലിക്കുന്നതിലൂടെ നമുക്ക് നോസോകോമിയൽ ഇൻഫെക്ഷൻ ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും. ശരിയല്ലേ? ഒരു ഹെൽത്ത് കെയർ എൻവയോൺമെന്റിലെ ഇൻഫെക്ഷൻ എങ്ങനെ ശുചീകരണം നടത്തുന്നതിലൂടെ ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. പക്ഷേ പൂർണ്ണമായിട്ടും ഇത്തരം കമ്മ്യൂണിക്കബിൾ ഏജൻസ് അല്ലെങ്കിൽ പകരുന്ന ഇത്തരം ഏജൻസുകൾ അല്ലെങ്കിൽ ഇൻഫെക്ഷസ് ഏജൻസിൽ നിന്നും നമുക്ക് പൂർണ്ണമായിട്ടും ഇവരെ ഒഴിവാക്കാൻ പറ്റുമോ? കംപ്ലീറ്റ്ലി നമുക്ക് ഇവരെ ഐസൊലേറ്റ് ചെയ്ത് നിർത്താൻ പറ്റുമോ? പറ്റില്ല, അല്ലെ? ഒരു പരിധിവരെയും ആ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതിന്റെ സാധ്യതകൾ കുറയ്ക്കാൻ പറ്റും. പക്ഷെ പൂർണ്ണമായിട്ടും നമുക്ക് ഇവരെ ഒഴിവാക്കാൻ അല്ലെങ്കിൽ ഐസൊലേറ്റ് ചെയ്ത് നിർത്താൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒക്കെ രീതിയിൽ വന്നേക്കാം. Then moreover, patients are often advised to make antibiotics and other antimicrobial drugs to help treat illness. അതുപോലെ തന്നെ ഇങ്ങനെ ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ ഒക്കെ വന്ന ആളുകൾക്കാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് പറയാറുണ്ട്, നിങ്ങൾ അത് കുറയുന്നതിന് വേണ്ടിയിട്ട് ആന്റിബയോട്ടിക്സ് അഡ്വൈസ് ചെയ്യാറുണ്ട്, അല്ലെ? അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആന്റി മൈക്രോബിയൽ ഡ്രഗ്സ് കഴിക്കാനായിട്ട് ആ ഒരു രോഗങ്ങൾ പെട്ടെന്ന് മാറാനും അതിനെ സഹായിക്കുന്ന രീതിയിലുള്ള ആന്റി മൈക്രോബിയൽ ഡ്രഗ്സോ ആന്റിബയോട്ടിക്സോ ഒക്കെ അവരോട് അഡ്വൈസ് ചെയ്യാറില്ലേ? അത് എന്തിനു വേണ്ടിയാ? അവരുടെ പെട്ടെന്ന് ഇൻഫെക്ഷൻ മാറിയെങ്കിൽ അത്രയും അധികം ആളുകൾക്ക് പിന്നെ ഇൻഫെക്ഷൻ വരാതിരിക്കുന്നതിന് വേണ്ടി, അല്ലേ? ഇവർക്ക് ഓൾറെഡി വന്നു, അല്ലെ? അത് മാറ്റണം. അതിനു മുൻപ് അത് ഒരുപാട് ദിവസം നീളുന്നാൽ ഒരുപാട് പേരിലേക്ക് അത് പകരാം, അല്ലെ? അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് ട്രീറ്റ് ചെയ്യാനും അതിനുവേണ്ടി സഹായിക്കുന്നതിന് വേണ്ടിയാണ് അവരോട് ആന്റിബയോട്ടിക്സോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആന്റി മൈക്രോബിയൽ ഡ്രഗ്സോ യൂസ് ചെയ്യാനായിട്ട് പറയുന്നത്. അതുപോലെ this may enlarge the selection pressure for the emergence of the resistant traits. ഇപ്പൊ ആന്റിബയോട്ടിക്സോ കാര്യങ്ങളോ ഒക്കെ കഴിക്കുകയാണെങ്കിൽ അവരുടെ ബോഡിയിലേക്ക് എന്ത് ചെയ്യും? ഒരു റെസിസ്റ്റൻസ് ട്രേറ്റ്സ് അല്ലെങ്കിൽ ഒരു പ്രതിരോധ ശക്തി അല്ലെങ്കിൽ ഒരു റെസിസ്റ്റ് ചെയ്യാൻ ഇങ്ങനെ വരുന്ന മൈക്രോബ്സിനെ പ്രതിരോധിക്കാനുള്ള ഒരു പവർ കിട്ടുകയല്ലേ ചെയ്യാം, അല്ലേ? അതിനു വേണ്ടിയല്ലേ നമ്മൾ ഈ ആന്റിബയോട്ടിക്സ് കാര്യങ്ങളൊക്കെ കഴിക്കുന്നത്, അല്ലെ? നമുക്കൊരു റെസിസ്റ്റൻസ് പവർ കിട്ടാൻ വേണ്ടിട്ട്, അല്ലെ? എന്ത് ഇൻഫെക്ഷൻ വന്നാലും അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ നോക്കിയേ, സാനിറ്റേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. സാനിറ്റേഷൻ എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റൽസില് അത് നിർബന്ധമായിട്ടും യൂണിഫോംസ് എങ്ങനെ സാനിറ്റൈസ് ചെയ്യണം, അവിടുത്തെ എക്യുപ്മെന്റ് എങ്ങനെ സ്റ്റെറിലൈസ് ചെയ്യണം, എങ്ങനെ ഓരോ സ്ഥലങ്ങൾ ഓരോ കാര്യങ്ങൾ വാഷ് ചെയ്യണം, മറ്റു മെഷേഴ്സ് എന്തൊക്കെ സ്വീകരിക്കണം, അതിനുവേണ്ടി കൃത്യമായിട്ടുള്ള ഒരു സാനിറ്റേഷൻ പ്രോട്ടോകോൾ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരു പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യുന്നു, കെയർ ചെയ്യുന്നു, അടുത്തൊരു പേഷ്യന്റുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നതിന് മുൻപായിട്ട് കൃത്യമായിട്ട് എല്ലാ മെഡിക്കൽ പ്രൊഫഷണൽസും വളരെ കുറവായിട്ട് അവരുടെ ഹാൻഡ് വാഷിംഗ് ചെയ്യണം, അല്ലെങ്കിൽ ആൽക്കഹോൾ റബ്സ് ഉപയോഗിച്ചുകൊണ്ട് റബ്ബ് ചെയ്ത് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ശുചിത്വമായിട്ട് അവരുടെ കൈകൾ വൃത്തിയായി സൂക്ഷിക്കണം. അതിലൂടെ നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ നോസോകോമിയൽ ഇൻഫെക്ഷനെതിരെ പ്രതിരോധിക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ എൻവയോൺമെന്റിൽ നമ്മൾ എല്ലാതരം സാനിറ്റേഷൻ പ്രോട്ടോകോൾസും ഉപയോഗിച്ച് നമുക്ക് ഒരു പരിധി വരെ നോസോകോമിയൽ ഇൻഫെക്ഷൻ കുറയ്ക്കാമെങ്കിൽ പോലും പൂർണ്ണമായിട്ടും ഇത്തരം ഏജന്റുകളിൽ നിന്ന് ആ വരുന്ന പേഷ്യൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പൂർണ്ണമായിട്ടും ഐസൊലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തി നിർത്താനായിട്ട് പറ്റില്ല. മോറോവർ പേഷ്യൻസിനോട് നമ്മൾ പറയാറുണ്ട്, ഇങ്ങനെ ഇൻഫെക്ഷൻസ് വന്നാൽ അല്ലെങ്കിൽ രോഗങ്ങൾ വന്നാൽ അതിനൊരു പ്രതിരോധ ശക്തി കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവരോട് ആന്റിബയോട്ടിക്സോ അല്ലെങ്കിൽ മറ്റ് ആന്റി മൈക്രോബിയൽ ഡ്രഗ്സോ കഴിക്കാനും നിർദ്ദേശിക്കാറുണ്ട്. വേഗം ആ സാനിറ്റേഷൻ ഒന്ന് വായിച്ചു നോക്കിയേ. ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ആ പേരുകൾ പഠിച്ചു വെക്കണേ. സാനിറ്റേഷൻ, സ്റ്റെറിലൈസേഷൻ, ഐസൊലേഷൻ, ആ പേരുകൾ പഠിച്ചു വെക്കണം കേട്ടോ.
ക്ലിയർ ആണോ? ഓക്കെ ആണോ അത്? ഓക്കെ ഓക്കെ. നെക്സ്റ്റ് വൺ ആണ് സ്റ്റെറിലൈസേഷൻ. നിങ്ങൾ CSSD എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചോ? CSSD പഠിച്ചു. ഇപ്പൊ സ്റ്റെറിലൈസേഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? പഠിച്ചില്ലേ? കംപ്ലീറ്റ് ആയോ ചാപ്റ്റർ? പഠിച്ചു. ഓക്കെ ശരി. അപ്പൊ നോക്കിയേ, സ്റ്റെറിലൈസേഷൻ ഗോസ് ഫർദർ ദാൻ ജസ്റ്റ് സാനിറ്റൈസിങ്. ശരിയല്ലേ? നമുക്കൊരു സാനിറ്റൈസിങ് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ശുചീകരണം നടത്തുന്നതിനേക്കാൾ കുറച്ചും കൂടി വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് സ്റ്റെറിലൈസേഷൻ നടത്തുക, അണുവിമുക്തമാക്കുക എന്ന് പറയുന്നത് അല്ലേ? അല്ലേ? കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു രീതി തന്നെയാണ് അല്ലെ? അപ്പൊ ഇറ്റ് ഡിസ്ട്രോയ്സ് ഓൾ മൈക്രോബ്സ് ഓൺ എക്യുപ്മെന്റ് ആൻഡ് സർഫസസ് ത്രൂ എക്സ്പോഷർ ടു കെമിക്കൽസ്, അയണൈസിങ് റേഡിയേഷൻ, ഡ്രൈ ഹീറ്റ് ഓർ സ്റ്റീം അണ്ടർ പ്രഷർ. ചോദിക്കാറുണ്ട്. ആ പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. ഇറ്റ് ഡിസ്ട്രോയ്സ്. എന്താണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്ന പ്രൊസീജിയർ എക്യുപ്മെന്റുകളുടെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സർഫസസ് ത്രൂ അതിനുമായി മറ്റ് ഏതെങ്കിലും സാധനങ്ങളുടെയൊക്കെ സർഫസുകളുമായി ബന്ധപ്പെട്ട് എല്ലാ മൈക്രോബ്സിനെയും എന്ത് ചെയ്യുന്നുണ്ട്? നശിപ്പിച്ചു കളയാനാണ് നമ്മൾ ഈ സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയർ ചെയ്യുന്നത് അല്ലെ? അതിനുവേണ്ടി നമ്മൾ കെമിക്കൽസ് യൂസ് ചെയ്യാറുണ്ട്, അയണൈസിങ് റേഡിയേഷൻസ് യൂസ് ചെയ്യാറുണ്ട്, ഡ്രൈ ഹീറ്റ് അല്ലെങ്കിൽ സ്റ്റീം അണ്ടർ പ്രഷർ. ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാണല്ലോ. ഓട്ടോക്ലേവും കാര്യങ്ങളൊക്കെ പഠിച്ചില്ലേ? ET ഒക്കെ പഠിച്ചില്ലേ? അങ്ങനെ പല സ്റ്റെറിലൈസേഷൻ മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സർഫസുകളിലെയും എക്യുപ്മെന്റുകളുടെയൊക്കെ എന്താണ് അതിലുള്ള എല്ലാ മൈക്രോ ഓർഗാനിസംസിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു? നശിപ്പിക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അണുവിമുക്തമാക്കുന്ന ഈ ഒരു പ്രക്രിയ സാധാരണ ഒരു ശുചീകരണത്തെക്കാൾ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ്. ഓക്കെ അല്ലേ? അത് അത്ര മാത്രമേ പഠിക്കാനുള്ളൂ. നിങ്ങൾ ഓൾറെഡി അത് CSSD പഠിച്ചിട്ടുള്ളതാണ്. Then third one ആണ് ഐസൊലേഷൻ. എന്താണ് ഐസൊലേഷൻ? ഐസൊലേറ്റഡ് വാർഡുകൾ അല്ലെങ്കിൽ ഐസൊലേഷൻ റൂമുകളൊക്കെ ഹോസ്പിറ്റലുണ്ട്. കേട്ടിട്ടുണ്ടോ അത്? നമ്മൾ കോവിഡിന്റെ സമയത്തൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ? ഐസൊലേറ്റ് ചെയ്യുക, അവർ ഐസൊലേറ്റഡ് ആയിട്ട് നിർത്തുക എന്നൊക്കെ പറയും ഇല്ലേ? കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ലേ? നമ്മൾ എത്ര പേര് കുറെ പേര് ഐസൊലേറ്റഡ് ആയിട്ടൊക്കെ ഇരുന്നിട്ടുമുണ്ട്. ശരിയല്ലേ? ഇവിടെ ഐസൊലേഷൻ എന്ന് പറയുന്നത് അത് തന്നെയാണ്. അതിന്റെ ഒരു എക്സാമ്പിൾ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഐസൊലേഷൻ ഓഫ് ഇൻഫെക്ഷൻസ് കേസസ്. ഒരു ഹോസ്പിറ്റലില് വളരെ വലിയ രീതിയിലുള്ള ഒരു ഇൻഫെക്ഷൻ കേസസ് ഒക്കെയാണ് വരുന്നതെങ്കിൽ അവരെ നമ്മൾ ഐസൊലേറ്റഡ് റൂമുകളിൽ അല്ലെങ്കിൽ ഐസൊലേറ്റഡ് ആയിട്ടുള്ള വാർഡുകളിലാക്കി കിടത്താം. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള റൂമുകളിൽ അവരെ കിടത്തുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? അല്ലെങ്കിൽ എന്താണ് കാരണം? അല്ലാതെ എല്ലാവരുടെയും കൂടെ കിടത്തിയ വല്ല കുഴപ്പമുണ്ടോ? ഇൻഫെക്ഷൻസ് മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാൻ വേണ്ടി അല്ലെ? ഓൾറെഡി ഇവർക്ക് ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പൊ അത് മറ്റുള്ള ആളുകൾക്ക് പകരാതിരിക്കണമെങ്കിൽ നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? ഐസൊലേറ്റഡ് ആയിട്ടുള്ള റൂമുകളിലാക്കിയാണ് ട്രീറ്റ്മെന്റ് കൊടുക്കുക. അപ്പൊ നോക്കിയേ, ഐസൊലേഷൻ ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ഐസൊലേറ്റിംഗ് പ്രിക്കോഷൻസ് designed to transmit microbes designed to transmission of microbes by common routes in the hospital. അപ്പൊ ഹോസ്പിറ്റലില് ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. നിങ്ങളുടെ ഉണ്ടോ? ഐസൊലേറ്റിംഗ് പ്രിക്കോഷൻസ് ഡിസൈൻ ടു പ്രിവെന്റ് എന്നുണ്ട് കേട്ടോ. ഡിസൈൻ ടു പ്രിവെന്റ് ട്രാൻസ്മിഷൻ ഓഫ് മൈക്രോബ്സ് എന്നാണ്. കറക്റ്റ് ആണോ? ഉണ്ട്. ഓക്കെ ശരി. Designed to prevent transmission of microbes by common routes in the hospital. ഹോസ്പിറ്റലിലെ സാധാരണ വഴികളിലൂടെ വരുന്ന ഇൻഫെക്ഷൻസ് നമുക്കറിയാം. പേഷ്യൻസിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും റൂംമേറ്റ്സുകളാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫെക്ഷൻ പകരാം അല്ലെ?
ഹെൽത്ത് കെയർ സ്റ്റാഫുകളിലൂടെ പകരാം. അപ്പൊ അങ്ങനെയുള്ള സാധാരണ കോമൺ ആയിട്ടുള്ള കുട്ടികളിൽ നിന്നും ആ ഒരു മൈക്രോബ്സിന്റെ ആ ഒരു പകരുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഐസൊലേഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് മുൻകരുതലുകൾ എടുക്കാറുണ്ട്. അതിലൊന്നാണ് ഐസൊലേഷൻ ചെയ്യുക എന്ന് പറയുന്നത്. Because agent and host factors are more difficult to control. നമുക്ക് ഈ പറയുന്ന ഇൻഫെക്ഷസ് ഏജൻസിനെയും അത് പകരുന്ന അല്ലെങ്കിൽ അത് ബാധിച്ചിട്ടുള്ള വ്യക്തികളെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് ഈ ഇൻഫെക്ഷസ് ആയിട്ടുള്ള ഒരു വ്യക്തി അവിടെ വന്നു കഴിഞ്ഞാൽ അവരെ നമുക്കത് മാറ്റി കൊടുക്കണം, അല്ലെ? അല്ലാതെ അവരിവിടെ നിങ്ങൾ ഇവിടുത്തെ പറഞ്ഞു വിടുകയല്ലല്ലോ ചെയ്യേണ്ടത്. അപ്പൊ അവരെന്ത് ചെയ്യാം, നമുക്ക് ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള റൂമുകളിൽ നിർത്താം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പകരുന്ന രീതി അതിന് തടയിടുക അല്ലെങ്കിൽ അതിനെ തടയുക, അതിലൊരു തടസ്സം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ശരിയല്ലേ? ശരിയല്ലേ? നമ്മൾ നേരത്തെ ഒരുപാട് ട്രാൻസ്മിഷൻ മോഡ് ഓഫ് ട്രാൻസ്മിഷൻസ് പഠിച്ചോ? ഏതൊക്കെയാ പഠിച്ചേ? ഡയറക്റ്റ് പഠിച്ചു അല്ലെ, കോണ്ടാക്ട് ട്രാൻസ്മിഷൻ പഠിച്ചു, എയർ ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ പഠിച്ചു അല്ലെ. അങ്ങനെ ഒരുപാട് കോമൺ വെഹിക്കിള്, വെക്ടർ ബോണ്ട് ഇതൊക്കെ പഠിച്ചില്ലേ? അപ്പൊ അങ്ങനെ ഇൻഡയറക്റ്റ് പഠിച്ചു. അപ്പൊ അങ്ങനെ ഒരുപാട് മോഡ് ഓഫ് ട്രാൻസ്മിഷൻസ് പഠിച്ചു. അപ്പൊ ആ വഴികളിലൂടെയൊന്നും ഈ പറയുന്ന മറ്റുള്ളവർക്ക് തടയുന്നതിന് ആ വഴി അടയ്ക്കുക അല്ലെങ്കിൽ അതിനൊരു തടസ്സം സൃഷ്ടിക്കുക എന്നുള്ളതാ ചെയ്യാൻ പറ്റും, അല്ലെ? നേരിട്ട് കോണ്ടാക്ട് വരുന്നത് തടയാം, ശരിയല്ലേ? എയറിലൂടെ വരുന്നത് തടയാം, അല്ലെ? അങ്ങനെ ഒരു തടസ്സം സൃഷ്ടിക്കാനല്ലേ നമുക്ക് പറ്റുള്ളൂ, ഇതല്ലേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ നമുക്കൊരു തടസ്സം, ആ ഒരു ട്രാൻസ്മിഷൻ അല്ല പകരുന്നതിൽ ഒരു തടസ്സം സൃഷ്ടിക്കുകയും അതിലൂടെ നമ്മൾ അവരെ ഒരു റൂമിലേക്ക് ഐസൊലേറ്റഡ് ആയിട്ട് മാറ്റുകയും ആ റൂമില് അവർക്ക് ആവശ്യമായ എല്ലാവരെയും ആ റൂമിലേക്ക് പ്രവേശിപ്പിക്കുമോ? അവർക്ക് വേണ്ട അത്യാവശ്യമുള്ള 1 or 2 വ്യക്തികളെ മാത്രം കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടേഴ്സിനെയും അതുപോലെ തന്നെ ചിലപ്പോൾ ഒരു വ്യക്തിയെ, ഒരു ഹെൽത്ത് സ്റ്റാഫിനെ അതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് സജ്ജമാക്കിയിട്ടുണ്ടാവും. അവരെ മറ്റൊന്നിലും ഇടപെടുത്താതെ അവരുടെ എല്ലാ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകളും ധരിച്ചുകൊണ്ടാണ്. നിങ്ങൾക്ക് കണ്ടു കാണുമല്ലോ കോവിഡ് വന്ന സമയത്ത്, അതല്ലെങ്കിൽ നമ്മുടെ എന്തായിരുന്നു അതിന് മുൻപൊരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നല്ലോ, ഇതായിരുന്നു അത് കോവിഡ് അല്ലാതെ ഇതായിരുന്നു മറന്നുപോയി, നിപ്പ അല്ലെ. അപ്പൊ നിപ്പയുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? അവിടുത്തെ ഹെൽത്ത് കെയർ സ്റ്റാഫുകൾ എങ്ങനെയാ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകളൊക്കെ ഫുൾ ധരിച്ചാണ് അവർ നിൽക്കുക, കണ്ടിട്ടില്ലേ? അങ്ങനെ ആയിരിക്കും അവർക്ക് ഈ പറയുന്ന ഐസൊലേറ്റഡ് ആയിട്ടുള്ള റൂമുകളിൽ ഉള്ളവർക്ക് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഒരിക്കലും അവരുമായിട്ട് നേരിട്ട് കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഒന്നും വരാത്ത രീതിയിൽ. അപ്പൊ അത് സ്വാഭാവികമായിട്ടും മറ്റുള്ളവർക്ക് ആ ഇൻഫെക്ഷനും ഉണ്ടാവുന്നില്ല, ശരിയല്ലേ? അവർക്കും വരുന്നില്ല, മറ്റുള്ള പേഷ്യൻസിനും അത് ബാധിക്കുന്നില്ല. അപ്പൊ അങ്ങനെ അവരുടെ ആ ഒരു പകരുന്ന രീതിയിൽ ഒരു തടസ്സം സൃഷ്ടിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഐസൊലേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ ഇവർക്ക് ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നത്. അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഇൻഫെക്ഷനെ തടയിടാൻ പറ്റില്ലേ? പറ്റുമോ? അപ്പൊ ആ സ്റ്റെറിലൈസേഷനും ഐസൊലേഷനും വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ അല്ലേ? വായിച്ചില്ലെങ്കിൽ ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് ഒരെണ്ണോടി നമുക്ക് നോക്കാം കേട്ടോ. ഹാൻഡ് വാഷിംഗ്. ഹാൻഡ് വാഷിംഗ് ഫസ്റ്റ് പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുന്നേ ചോദിക്കാറുണ്ട്. ഹാൻഡ് വാഷിംഗ് frequently is called the single most prime measure to lessen. Dash is called the single most prime measure to lessen the risk of transmitting skin microbes from one person to another or from one side to another എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഹാൻഡ് വാഷിംഗ് ആണ് അതിന്റെ ആൻസർ. അപ്പൊ പതിവായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഹാൻഡ് വാഷിംഗ് ചെയ്യുക എന്ന് പറയുന്നത് സിംഗിൾ മോസ്റ്റ് പ്രൈം മെഷർ ആണ്. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ സ്കിന്നുമായി ബന്ധപ്പെട്ട സ്കിൻ മൈക്രോബ്സ് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്കോ അല്ലെങ്കിൽ ഒരു സൈറ്റിൽ നിന്ന് മറ്റൊരു സൈറ്റിലേക്കോ ഒക്കെ പകരുന്നതിന് അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നതിന്റെ ആ ഒരു അപകട സാധ്യത കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു
ഏറ്റവും നല്ല ഒരു പ്രധാനപ്പെട്ട ഒരു നടപടിക്രമമാണ് ഹാൻഡ് വാഷിംഗ് ചെയ്യുക എന്ന് പറയുന്നത്. വാഷിംഗ് ഹാൻഡ്സ് ആസ് ഇൻ എ പ്രോപ്പർ ആൻഡ് തറോ മാനർ ആസ് പോസിബിൾ ബിറ്റ്വീൻ പേഷ്യന്റ് കോൺടാക്ട്സ് ആൻഡ് ആഫ്റ്റർ കോൺടാക്ട് വിത്ത് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ് സെക്രീഷൻ. നമുക്ക് എക്സ്ക്രീഷൻ ആൻഡ് equipment articles contaminated by them is a prime factor of infection control and isolation precaution. നമുക്കറിയാം ഇപ്പൊ ഹാൻഡ് വാഷിംഗ് എപ്പോഴൊക്കെയാണ് ചെയ്യേണ്ടത്? ശരിയായ രീതിയിൽ നല്ല ഡീപ്പായിട്ട് നമ്മൾ ഹാൻഡ് വാഷിംഗ് ചെയ്യേണ്ടത് ഒരു പേഷ്യൻസ് തമ്മിൽ കോണ്ടാക്റ്റിൽ വരുമ്പോൾ, അല്ലെ? ഇപ്പൊ ഒരു പേഷ്യന്റിനെ അവരുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നു, അടുത്തൊരു പേഷ്യന്റുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നതിന് മുൻപ് ഹാൻഡ് വാഷിംഗ് ചെയ്യണം. ശരിയല്ലേ? ശരിയല്ലേ? അതുപോലെ തന്നെ ഇപ്പൊ ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സോ സെക്രീഷൻസോ എക്സ്ക്രീഷൻസ്, അല്ലെ? ഇപ്പൊ തുപ്പല് പോലെയുള്ള സെക്രീഷൻസ് പറയും. എക്സ്ക്രീഷൻസ് നമ്മുടെ യൂറിൻ ഫീസസ് പോലെയുള്ള, അപ്പൊ അങ്ങനെ എന്തെങ്കിലും ആയിട്ടോ അല്ലെങ്കിൽ അതുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യണം. ആൻഡ് എക്യുപ്മെന്റ് ആർട്ടിക്കിൾസ് കണ്ടാമിനേറ്റഡ് ബൈ ദം. അതുപോലെ തന്നെ ഇവയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മലിനമായിട്ടുള്ള ഉപകരണങ്ങൾ തൊട്ടിട്ട് നമ്മൾ വേറൊരു പേഷ്യന്റിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഹാൻഡ് വാഷിംഗ് ചെയ്യണം. ഇങ്ങനെയുള്ള ഐസൊലേഷൻ പ്രിക്കോഷൻസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഇൻഫെക്ഷൻ കൺട്രോൾ മെഷേഴ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതൊരു മുൻകരുതലായിട്ട് സൂക്ഷിക്കുക. അപ്പൊ ഹാൻഡ് വാഷിംഗ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ മോസ്റ്റ് പ്രൈം മെഷർ ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. അതിലൂടെ ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് കോണ്ടാക്ട് ചെയ്യുന്ന വഴി ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് സ്കിൻ മൈക്രോബ്സ് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള അപകട സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുമായിട്ട് പരിചരണം നടത്തി അവർക്ക് കെയർ കൊടുത്തു കഴിഞ്ഞാൽ അടുത്തൊരു വ്യക്തിയുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നതിന് മുൻപായിട്ട് ഇവർ ഹാൻഡ് വാഷ് ചെയ്യണം. അതുപോലെ തന്നെ ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സോ സെക്രീഷൻസോ എക്സ്ക്രീഷൻസുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നാൽ അതിനുശേഷവും അവർ ഹാൻഡ് വാഷ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? എന്തെങ്കിലും ഉപകരണങ്ങൾ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള മലിനമായിട്ടുള്ള ഉപകരണങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നാലോ അതിനുശേഷം കൃത്യമായിട്ട് വളരെ കുറവായിട്ട് ഹാൻഡ് വാഷിംഗ് നടത്തിയിരിക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താണ് പ്രിവെന്റിങ് മെഷേഴ്സിൽ നമ്മൾ മെഷേഴ്സ് അല്ലെങ്കിൽ പ്രതിരോധ നടപടികളെ വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് കൺസിഡർ ചെയ്യുന്നവയാണ്. വേഗം ഒന്ന് വായിച്ചു നോക്കിയ ഹാൻഡ് വാഷിംഗ്. ക്ലിയർ ആണോ? ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടേ, ചോദിക്കാറുണ്ട് കേട്ടോ. മിസ് ഇന്ന് ഇത്രേ എടുക്കുന്നുള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ അവിടെ വരെ വായിച്ചിട്ട് വരാം. ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.